ആദ്യം പ്രാർത്ഥന. വേണ്ട, മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. മറ്റേ ഫയൽ എടുക്ക്. ഈ ഫയലുണ്ട്. ഇതോ ഇതല്ല. എന്താ കണക്ക് ചോദിച്ചപ്പോ രണ്ടുപേരും കൂടി തപ്പുന്നത്? അല്ല, ധനകാര്യം മൂപ്പരല്ലേ, മൂപ്പർ ആദ്യം കണക്ക് വെക്കട്ടെ. അത് പറയാൻ താനാരാ? ഈ താൻ ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഗതാഗതത്തിന്റെ കണക്കാണ്? ഗതാഗത വകുപ്പ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കണക്ക് ബോധ്യപ്പെടുത്താൻ നമ്മളെക്കാൾ ബാധ്യത ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഈ കോശാനാണ്. എനിക്കിനി വയ്യാട്ടോ. ഇത്രയും കാലം ധനകാര്യം ഞാൻ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തു. ഒരു ചില്ലി കാശിന്റെ കൈക്കൂലിയോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടുണ്ടോ? ഈ കോഴിശ്ശേരി തറവാട്ടിലെ കാരണവരായ കുറുപ്പ് മുതലാളിന് ഇവിടുത്തെ ഗതാഗത വകുപ്പിന് അള്ളാണ് സേവിച്ച് സേവിച്ച് നിങ്ങളത് നോക്കി നമ്മളെ എല്ലും തോലായി. നിങ്ങളത് കാണണ്ടോ മുതലാളി? എല്ലും തോലും. കണക്ക് ആവശ്യപ്പെടുമ്പോ എപ്പോഴും വഴക്കും വക്കാണവും. നിങ്ങൾ ആരാ എന്റെ കാര്യസ്ഥന്മാര് തന്നല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യണം. അടുത്ത ആഴ്ച മുതൽ എല്ലാ കണക്കുകളും എന്നെ ബോധ്യപ്പെടുത്തണം. അതും പകല്. രാത്രിയുള്ള ഇടപാടേ വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്റെ അനന്തരവന്മാരില്ലേ രാകേഷും രമേഷും, എത്രയും വേഗത്തിൽ അവരെ കത്തയച്ചു വരുത്തണം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അത് വേണം. എന്റെ അഭിപ്രായത്തിൽ അതിപ്പം വേണം. അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. സാറേ, ഇതാണ് എന്റെ അച്ഛൻ, ചെലവിന് തരാത്ത കഞ്ചൻ. ഇന്ന് ഓമനക്കുട്ടന് കിട്ടും, നോക്കിക്കോ. ഓ, കിട്ടാനൊന്നുമില്ലേ? നമുക്ക് കാണാലോ. കാണാനെന്തുവാ, കൊന്നുകളയോ അവൻ? ആ 3 കാര്യസ്ഥന്മാരും ഓമനയെ വെറുതെ വിടുന്ന വിചാരം? ചേടാ, അതിന് ഞാനെന്ത് കുറ്റം ചെയ്തെന്നാ? ഇപ്പൊ സമയം എത്രയെന്നറിയോ? പതിവിലും 1 മണിക്കൂർ വൈകിയല്ലേ ഓമന എത്തിയത്? എന്ന് പറഞ്ഞാ എന്റെ ലൈലെ പല പല ജോലികളല്ലേ ലൈലെ, ഓരോന്ന് ഒതുക്കാതെ വരാൻ പറ്റുമോ? അവിടെ മാരുണ്ടി ചെന്നാലും കിട്ടുമല്ലേ? ആ 3 സ്റ്റഡ് മിസൈലുകളാ. ഓ, സ്റ്റഡ് മിസൈൽ ആണെങ്കിലേ ഞാൻ പേട്രിയോട്ട് മിസൈലാ കേട്ടാ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ. നീ ഞങ്ങളെ പറ്റി എന്താ ധരിച്ചത്? നിനക്ക് തോന്നുമ്പോ കയറി വരാനും തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും ഇതെന്താ സത്ര? മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ വരട്ടാറേ കോശി സാറേ കേട്ടാ. ഞാനും ഈ നാട്ടുകാരൻ തന്നെ. പിന്നെ കോട്ടുളിക്കാരും കുതിരവട്ടക്കാരും അത്ര മോശക്കാരൊന്നുമല്ല. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം, അതാ എന്റെ മര്യാദ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് മര്യാദ എനിക്കിതാ. ഞാൻ കുറെ മര്യാദ ഒരു ചാക്കി കെട്ടി നിനക്ക് അങ്ങോട്ട് തരാം. അതെ, നീ ഒരു ചെത്തുകാരനാ. ചെത്തുകാരന്റെ നിലയ്ക്ക് എന്താ മതി. ഓഹോ, അപ്പൊ എല്ലാരോടെ ചേർന്ന് എന്നെ ഭരിക്കാൻ നോക്കല്ലേ? അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ മതി. അധികം വിളച്ചിൽ എന്നോട് കാണിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ഈ വെട്ടിപ്പ്, തട്ടിപ്പ്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ ചെന്ന് കുറുപ്പത്തിയോട് പറഞ്ഞു കൊടുക്കും. നീ പറയൂല്ലേ? എന്തോ എനിക്കറിയില്ല. ചേട്ടൻ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നു. പിന്നെ ഇത് രാകേഷും രമേഷിന്റെ കത്താണ്. ഇതാ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്തിട്ട് വേഗം കൊണ്ട് വാ. മര്യാദക്ക് പോസ്റ്റ് ചെയ്ത് വരുന്നതാണ് നിനക്ക് നല്ലത്. നല്ലതാണ് ചീത്തയാണ്, പോയിട്ട് വേഗം വാടോ. എന്താ ഇവിടെ ഉണ്ടായത്? ആ പന്നി പറഞ്ഞു കേട്ടില്ല. പന്നേ, ഇനി അവൻ തെങ്ങ് ഞാൻ വെട്ടിയിടും. എന്താണ് സ്വഭാവം അറിയില്ല അവന്. അതാണ് ഞമ്മള് പറഞ്ഞത്. ഒരു ചെത്തുകാരൻ വിചാരിച്ച ഒരു തെങ്ങിന് കേടുപാട് പറ്റിയ ഓനെ കൊണ്ട് കഴിയും. നമ്മുടെ ഒരു ചുക്കും ചെയ്യാൻ ഓനെ കൊണ്ട് കഴിയൂല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? ഒത്തുപിടിച്ചാ മലയും പോരും. ഇവിടെ മലയും കുന്നൊന്നുമല്ല പ്രശ്നം. ഞമ്മക്ക് ഈ തറവാട് കുളം കോരണം, അതാണ് പ്രശ്നം. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ. ആ ദേ, നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പാടില്ല. അതാണ് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ ഈ നമ്മളെ ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ബാപ്പനെ വിളിക്കില്ല, ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ഏറ്റല്ലോ? ഏറ്റ്. എന്താ എനിക്കൊരു സ്വകാര്യം? ഒരു ഉമ്മ തരാനാണ്. ഉമ്മ? എന്തൊരു നാറ്റം. അത് അപ്പൊക്കെ പറഞ്ഞി ഉമ്മ വെക്കുമ്പോഴൊക്കെ കറുത്ത്. കിടന്ന് പോവാതടാ.
മര്യാദക്ക് കൈനീട്ടിക്കോ, മര്യാദക്ക് കൈനീട്ടിക്കോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ചേട്ടനല്ലേടാ. ചേട്ടനൊക്കെ അങ്ങ് വീട്ടില്. എന്നാ പിന്നെ അഴിച്ചാം കുഴിച്ചാം നമുക്ക് ഒന്നേന്ന് കളിക്കാം. അഴിച്ചാൻ കുഴിച്ചാൻ ഒന്നും വേണ്ട, കിട്ടാനുള്ളത് കയ്യോടെ മേടിച്ചോ. സാർ എന്താ ഒരു കത്തുണ്ട് സാർ. എന്താണ് ഇരിക്കുന്നത്? പോടാ. നോക്കട്ടെ. ആരുടെ കഥ? പ്രിയപ്പെട്ട രാകേഷും രമേശ് അറിയുന്നതിന് അമ്മാവൻ എഴുതുന്നു. കഴിഞ്ഞ 6 വർഷമായി നിങ്ങളില്ലാത്ത ജീവിതം തള്ളി നീക്കിയ ഈ വയസ്സായ അമ്മാവന് ഇനിയെങ്കിലും ഒരു വിശ്രമവും മനസമാധാനവും ആവശ്യമല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്റെ ഇരു കണ്ണുകളാണ്. ഈ കത്ത് കിട്ടിയാലുടൻ എന്റെ പുന്നാര മക്കൾ ഇവിടെ ഓടിയെത്തണം. ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ എനിക്ക് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ വയ്യ. ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ വയസ്സിനെ നിരാശനാക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി സ്വത്തുക്കൾ ഏറ്റുവാങ്ങുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പുന്നാരമ്മാവൻ കുഞ്ചുകുറുപ്പ്. ഹലോ റിസപ്ഷൻ, ഐ എം രമേഷ് ഫ്രം റൂം നമ്പർ 224. ഞങ്ങൾക്ക് ടൂറിസ്റ്റ് ടാക്സി അറേഞ്ച് ചെയ്യണം, നാട്ടിൽ പോകാനാ. ഓക്കെ, താങ്ക് യു. ഡേ, നമ്മൾ കാറിലാണ് പോകുന്നതെന്നുള്ള കാര്യം മറക്കണ്ട. വഴിയിൽ ഒരുപാട് വണ്ടികൾ ഹോൺ അടിക്കും. ആ പഞ്ഞിക്കെട്ടുകൂടി എടുത്തോ, വേണ്ടി വരും. എടാ കുരുവൃത്തം കെട്ടവനെ, നിനക്ക് എപ്പോഴും ആവശ്യം ഈ പെട്രോളിയല്ലേ? കോഴിശ്ശേരി തറവാട്ടിൽ ഇന്നേ തീയതി വരെ ഒരു മദ്യപാനിയും ജനിച്ചിട്ടില്ല. ഇല്ലേ? എടാ കോഴിശ്ശേരി തറവാട്ടിൽ ഇന്നേ തീയതി വരെ ഒരു കിറുക്കനും ജനിച്ചിട്ടില്ല. ഞാൻ ഇനി കുടിക്കും, നീ എന്തോ ചെയ്യും? ചെയ്യാനൊന്നുമില്ല. വീട്ടിൽ ചെന്ന ഉടൻ അമ്മാവനോട് പറഞ്ഞ് ഇതൊന്ന് നിർത്തിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഓഹോ, അപ്പൊ നിനക്ക് തലക്ക് ആക്സിഡന്റ് പറ്റിയതും കറണ്ട് അടിച്ച് ചികിത്സിപ്പിച്ചതും ആജീവനാന്തമുള്ള നിന്റെ ഒടുക്കത്തെ മരുന്ന് കഴിപ്പും പോരാത്തതിന് PP ഹോണടി കേട്ടാൽ നിനക്കുണ്ടാവുന്ന കിളി പോലത്തെ മുഴുത്ത ഭ്രാന്തോന്ന് ഞാൻ അമ്മാവന്റെ അടുത്ത് പറയണ്ടല്ലേ? പോടെ, പോയി ജോലി നോക്കട്ടെ. ഈ കണക്കിന് 1-2 ഹോണടികൾ ഒന്നിച്ച് കേട്ടിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? എന്താ? അതൊക്കെ പോട്ടെ. അമ്മാവൻ ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കൾ നമുക്ക് തരാൻ പോവല്ലേ? എന്താ നിന്റെ പരിപാടി? കഴിഞ്ഞ 6 വർഷമായി നമ്മൾ താമസിക്കുന്ന ഈ 5 സ്റ്റാർ ഹോട്ടലിലെ മുറിയും ഇതിലെ സാധനങ്ങളും വിട്ടുപിരിയുന്നതിൽ നിനക്ക് സങ്കടം തോന്നുന്നില്ലേ? തോന്നുന്നില്ലേന്നോ? ഈ ഇരിക്കുന്ന ടിവിയും VCRും ഈ AC-യും ഈ ഫാനും ഈ കട്ടിലും ഈ കിടക്കയും എന്ന് വേണ്ട, കാലിന് മെത്തയായ ഈ കാർപ്പറ്റ് പോലും നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ രക്തത്തിന്റെ ഭാഗമല്ലേ? നമ്മൾ ഇവയൊക്കെ വിട്ടു പോയാലും ഇവർക്ക് ആ മനസ്സ് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ, ഒരിക്കലുമില്ല. ചേതനേറ്റി കിടക്കുന്ന ഈ മിണ്ടാപ്രാണികളെ നാം ഈ തടവറയിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റൂ. എന്നാ ഇനി വൈകിക്കണ്ട, പാക്ക് ചെയ്യാം. രാകേഷും രമേഷും വരാറായില്ലേ? അവരിപ്പോ ഇങ്ങനെ എത്തുന്നേ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. എന്നാ നിന്റെ അളിയന്മാരവര് വരുന്നു. ലക്ഷങ്ങൾ മുഴുവൻ തരാന്ന് പറഞ്ഞിട്ട് വെറും കൈയോടെയാണല്ലോ നിപ്പ്. വാ, കണ്ടമാനം സമ്പാദ്യമായിട്ടുള്ള അവരുടെ വരവ്, അവര് സന്തോഷം കണ്ട കടയിലോട്ട് വീണു. ക്ഷീണിച്ചു പോയല്ലോടാ രണ്ടുപേരും. അവിടെ ഭക്ഷണം ഒന്നും കഴിക്കാറില്ലേ നിങ്ങള്? നിങ്ങൾ ആ സാധനം ഇറക്കി വെച്ചിട്ട് വണ്ടി വിട്ടേക്ക്. സാധനങ്ങളൊന്നും കേടുപാട് കൂടാതെ ഇറക്കണം. പറഞ്ഞത് കേട്ടില്ലേ? തന്നോടും കൂടെ പറഞ്ഞേ. അതൊക്കെ അവരിറക്കിക്കൊള്ളും, നിങ്ങൾ വരും. കള്ള റാസ്കൽ, 6 കൊല്ലായി പഠിപ്പിനെന്ന് പറഞ്ഞ് 10-12 ലക്ഷം രൂപ തൊലച്ചില്ലേ? അല്ലെ ഞമ്മ എന്താ പേര് പണിക്കാരോ? അതും ഇങ്ങോട്ട് എടുക്കും ഇതും ഇങ്ങോട്ട് എടുക്കുന്നറിയ. എന്തിന് ഇത് പിടിച്ചേ? നമ്മളെ കൊണ്ടാവൂല. ഇത് പിടിക്കാൻ പറഞ്ഞില്ലേ? എന്നെ കൊണ്ട് കഴിയൂല. എന്ത് കോമ്പാളി ഓടിക്കുന്നു? പിന്നെ കോമാല പിടിക്കുന്ന എന്റെ മറ്റേ ഞാൻ ഇത് പിടിക്കട്ടെ. ആ, സാധനങ്ങളൊക്കെ ഇറക്കി. ഇത് ചീപ്പ് പണിയായിപ്പോയി.
നാളെ ഈ വീട് മുഴുവൻ കൈ വൃത്തിയാക്കാനും പട്ടിനും പശുവിനും കുളിപ്പിക്കുന്നു പറയാൻ മതി. നിങ്ങൾക്കാണ് പരിചയം ഉണ്ട് നോക്കുക, ഞമ്മക്കതറിയില്ല. ദേ സൂക്ഷിച്ച് സംസാരിക്കണം, നിനക്ക് നല്ല കേട്ടോ. നീ ഇവിടെ ചെയ്തൊക്കെ എനിക്കറിയാടാ. അന്നെ ഞമ്മക്കും തിരിയും. എടാ നീ രാത്രി കോഴിക്കോട്ട് കല്ലായി പുഴയിന്ന് മരം കട്ട് വിറ്റില്ലടാ പട്ടി. മഹാറാജി ഹോട്ടലിൽ ക്യാഷ് ആയിട്ട് നിർത്തിയിട്ട് അവിടുന്ന് ക്യാഷ് അടിച്ചൊന്നും ഞമ്മക്ക് ക്യാഷ് അടിച്ച് നിന്നെ നിന്നെ ഞാൻ നമുക്ക് സ്നേഹമായിട്ട് പോവാന്ന്. അങ്ങനെ മര്യാദക്ക് പറയും. എനിക്ക് എന്റെ ബാപ്പനെ എനിക്ക് തിരിയില്ല. ടൗസറാജിന്റെ മോനാണ് ഞാൻ കേട്ടോ. തെറ്റിയാല് പളര് കത്തിയാൻ കഴിച്ചു. ഒരു കാര്യം പറയാനുണ്ട്, അങ്ങോട്ട് വന്നേ. കോശിച്ചായനെന്താ ഈ നേരത്ത്? ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അതെന്താ? അതായത് ഇന്നു മുതൽ രാകേഷിനും രമേശിനും ഞാൻ പറയുന്ന ആഹാരം കൊടുത്താൽ മതി. കോശിച്ചായം പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഒരു 100 രൂപ എടുക്കാനുണ്ടോ? രൂപയുടെ പ്രശ്നം കള, ഞാനല്ലേ ധനകാര്യം. കോശിച്ചായം പൊയ്ക്കോളൂ, അത് ഞാൻ ഏറ്റു. വാരല്ലേ മോളെ, ഞാൻ പറയണത് കേട്ടാ മതി. ഓ നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഇനിയും പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ചെറിയ കുട്ടികളല്ലേ, പഠിച്ചോട്ടെ 10-15 കൊല്ലം. വേണ്ട വേണ്ട, പഠിച്ചതൊക്കെ മതി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്തൊക്കെ നോക്കിയെടുത്ത് സുഖമായിട്ട് ജീവിക്കും. അങ്ങോട്ട് പോട്ടെ. ശരി അമ്മ. പിന്നെ ഒന്നുകൂടെ നോക്ക്. എന്താ? അന്റെ അടുത്ത് ഞമ്മളൊരു കാര്യം പറഞ്ഞ് ഈ ചെയ്യോ? ഇന്ന് മുതൽ രമേശിനും രാകേഷിനും വെറും ചമ്മന്തിയും കഞ്ഞിയും കൊടുത്താൽ മതി കേട്ടാ. വേണമെങ്കിൽ ഒരു ചുട്ട പാപ്പടം കൊടുക്കും. അയ്യോ, അത് കഷ്ടല്ലേ ഇക്കാ? ഒരു കഷ്ടവുമില്ല. ഇതിൽ ഞമ്മക്ക് ഉണ്ടാക്കും ഒരു നഷ്ടവുമില്ല. ഈ ഞമ്മൾ പറയുമ്പോൾ കൂടി ചെയ്താൽ മതി. എന്തേ എന്തേടോ? ശരി. ഓടോമ്പന്മാര്. ഗോപി, മുത്തു, ഇതന്നെ ഇവിടെ വരും. കോഴിശ്ശേരി തറവാട് ഇതാണ്ടാ? ഇത് തന്നെ. രാകേഷ് രമേശ് ഇവിടെ? കയ്യട് എറണാകുളത്ത്.
കയറി പോടാ. ഫാനും എടുത്തോണ്ട് വന്നെടാ. ഇവനൊക്കെ എവിടെ പോയിട്ട് ഗുണം പിടിക്കത്തില്ല. ഇവനൊക്കെ എവിടെ കൊണ്ടുപോടാത്. വണ്ടിക്കത്തി എല്ലാം കൊണ്ടുപോകുന്നു. ഇത് വല്യമ്മ എന്താ പറയുക? വല്ലവന്റെ മുതലെടുത്തോണ്ട് വരുമ്പോ ആലോചിക്കണമായിരുന്നു. പോടാ. ഇല്ല, വെറുതെ ഞാൻ കൊറേ ഇടിയുണ്ട്. മുതലാളി ഒരു കാര്യം ചെയ്യും, നമ്മളെ പുരയിലേക്കുള്ള മരം ഇറക്കിയതിന് ശേഷം മതി നമ്മളെ മുതലാളിന്റെ എസ്റ്റേറ്റിലേക്കുള്ള മരം ഇറക്കാൻ കേട്ടാ. അല്ല നമ്മൾ എപ്പോഴാ കൊടുത്തേക്കേണ്ടത്? അല്ല അത് താനൊന്ന് മരം പിടിക്കുന്നു. അല്ലാന്ന് മരം വാങ്ങി കുറച്ച് ചെമ്മീൻ കിട്ടിക്കുന്ന കൊടമ്പുളിയും കൂടി കിട്ടി അതിട്ട് ബെക്കേന്ന് പറയണ മുതലാളി. കൊടംപുളി ഞങ്ങളിപ്പോ വരെ എന്തേ താ അറിഞ്ഞ ഇല്ല അവിടെ ഹോട്ടലുകാർ വന്ന് വലിയ അടി നടത്തുക. എന്നെയോ? രാകേഷും രമേശും കൊണ്ട് സാധനങ്ങളൊന്നും അവരുടെ സ്വന്തമല്ല, മോഷ്ടിച്ചതാണെന്ന്. ഇത് വെച്ച് നമുക്ക് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്താലോ? താൻ എന്താ ഇരിക്കുന്നേ? അല്ല ഞാൻ ആലോചിക്കും. അവസാനം തെങ്ങിന് താഴെ വന്നപ്പോഴാ അമ്മ എല്ലാം അമ്മൂമ്മയാന്ന് മനസ്സിലായത്. ഇവരാളൊരു ഭയങ്കര അവനെ പോയി മറ്റേ സംഘടിപ്പിച്ചോണ്ടോ. ഞാനിപ്പൊ കൊണ്ടുവരാം. റേഞ്ചല്ലേ വേഗം വരണം കേട്ടോ. ഓ, അവന്റെ ചെറുപ്പത്തിലെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. ആ കോശ 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 നിങ്ങളെങ്ങോട്ടാണ് പോണത്? ഇതാന്ന് രണ്ടാൾക്കാർ എവിടെ? പിന്നെ ഇതെന്താണ് പന്നി കുട്ടികളോ? എന്റെ പൊന്നും ചങ്ങായിമാരെ, നിങ്ങൾ ഈ ദുനിയാവ് മുഴുവൻ തെരഞ്ഞെറിഞ്ഞ് നടന്ന് മതിയായി. എന്താ കാര്യം? എന്താ കാര്യം കുന്തോ? ഏതായാലും നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുണ്ട് വളരെ നന്നായി. കോശ കോശ ഒന്ന് പറഞ്ഞു കൊടുക്കി. നിങ്ങളുടെ അമ്മാവൻ നിങ്ങളുടെ പഴയ അമ്മാവനല്ല. അയ്യോ, പഴയ അമ്മാവൻ എന്തേ? പഴയ അമ്മ കുവൈത്തിലേക്ക് പോയിക്കണ്. യുദ്ധത്തിന് വെടിയൊക്കെ മൂപ്പരാണ് അങ്ങോട്ട് വിളിച്ചിക്കണ്. എടോ പഴയ അമ്മോൻ തന്നെയാണ് അമ്മായി ആയിട്ടില്ല. പക്ഷെ എന്താ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. മൂപ്പര് സോപ്പിട്ട് നിന്നാല് സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ മാർഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഒന്ന്, അമ്മാവൻ വിളിക്കുമ്പോ ഓടിച്ചാടി കയറി അങ്ങോട്ട് ചെന്നേക്കരുത്. ചെല്ലരുത്. അത് അമ്മാവന് ഇഷ്ടല്ല. രണ്ട്, അമ്മാവന്റെ കൂടെ ഇരിക്കരുത്. മൂന്ന്, കഴിയുന്നതും അമ്മാവനെ കാണാതിരിക്കുക. അയ്യോ, രണ്ടും കൂടി പന്ത്രണ്ട് വെച്ചതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണേ. അധ്വാനിക്ക അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാത്ത ഇവരോടാണ് ഈ പാട്ട് പാടി മനസ്സിലാക്കുന്നത്. കൊടുക്ക നമ്മൾ പറഞ്ഞുതരാം. അധ്വാനിക്ക, അതായത് നയിക്ക. നമ്മൾ രാവും പകലും കൈക്കോട്ടെടുത്ത് പറമ്പിൽ കിളയ്ക്കുക, മതിൽ കെട്ടുക, മതിൽ പൊളിക്കുക, പിന്നെയും കെട്ടുക, പിന്നെയും പൊളിക്കുക, പിന്നെയും കെട്ടുക, പിന്നെയും പൊളിക്കുക. ഇങ്ങനെ ആകുമ്പോ എന്താവും? അമ്മോൾ സന്തോഷാവും. സന്തോഷായ നിങ്ങൾ ഗോളടിച്ച് സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. കിട്ടുമെന്നോ? എന്താ ഇവിടെ നോക്കടാ, കിട്ടുമെന്നോ? അതിനാണ് ഞാൻ പറയുന്നത് രാവും പകലും ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ചത്. ഇതിന് മൂപ്പര് ഉലക്കാൻ വിളിച്ച് നോക്കി കിട്ടുമെന്നോ? അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇയാളുടെ വാപ്പാനെ കയറി പട്ടിന്ന് വിളിച്ചോ. ബാപ്പനല്ല, ബാപ്പന്റെ ബാപ്പനെ. എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇയാളുടെ വാപ്പാനെ പട്ടി നോക്കുന്ന കാര്യോ? അല്ലടോ, സ്വത്തിന്റെ കാര്യം. ഇയാൾ എന്താ ആലോചിക്കണേ? സ്വത്തിന്റെ കാര്യം തന്നെ. ഇങ്ങോട്ടൊക്കെ നിങ്ങൾ എന്താ ആലോചിക്കണേ? ഞാൻ തന്റെ വാപ്പാനെ പട്ടിന്ന് വിളിക്കുന്ന കാര്യം ആലോചിച്ചതാ. ബാപ്പനല്ല, ബാപ്പന്റെ ബാപ്പനെ. ബാപ്പന്റെ ബാപ്പനെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി. ആ കുട്ടികൾ അവിടെ കിടന്നിട്ട് അധ്വാനിച്ചോട്ടെ. നിങ്ങൾക്ക് ഗുളിക ഓടിക്കേണ്ട സമയമുണ്ട് കേട്ടാ. അങ്ങോട്ട് നടക്ക്, ഞാൻ കാണിക്കാം. നടക്ക്. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമുള്ള നമ്മുടെ സ്വത്ത് ഉടനെ രജിസ്റ്റർ ചെയ്ത് രാകേഷിന്റെയും രമേഷിന്റെയും പേരിലാക്കണം. അത് ഉടനെ വേണോ? സ്വന്തം കാലിൽ നിക്കാറായിട്ട് പോരെ? അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവര് ചെറിയ കുട്ടികളല്ലേ? അല്ലേ? അത് ഇവിടെ പറയും. അല്ലേ? എന്തായാലും ശരി, അവരെന്റെ അനന്തരവന്മാരാണ്. അവരുടെ സ്വത്ത് അവർക്ക് കൊടുത്തേ മതിയാവും. എനിക്കാണെങ്കിൽ വയസ്സായി. ഇനി അവര് സ്വന്തമായി കൈകാര്യം ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. വെള്ളം വേണം? വേണ്ട 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 വേണ്ട, വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട. ഒരു പങ്ക് കൂടെ വേണം. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. നോക്കി ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ കേട്ടാ. ഇനി ഭാഗം വെപ്പും രജിസ്ട്രേഷനും ഒക്കെ നമുക്ക് പിന്നെ ആവാം.
എന്തോന്ന് ഇത് ചൊറിഞ്ഞോണ്ടിരിക്കാം. ഈ ഓലമണലുള്ള ശല്യം ഞാൻ ഒഴിവാക്കി തരാം. എന്താടാ ഓലമടലിൽ എന്തായാലും വട്ടളവോ? കോശ 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 എന്റെ പൊന്നും കോശ, കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് നമ്മൾ ഒന്ന് കഴിച്ചിട്ടായി തന്നു. എടാ കുഞ്ഞു മുഹമ്മദേ, കഞ്ഞി എന്തേ? അല്പസ്വല്പാണെങ്കിൽ സാരില്ലായിരുന്നു. ഇത് രൂപ 85,000 അല്ലേ? എന്നാ അതിന്റെ അർത്ഥം 85,000 രൂപ നീ പോക്കറ്റിലാക്കിന്നല്ലേ അല്ലേ? ഇങ്ങോട്ട് നോക്കടാ. ആ തന്നെ, അതിന്റെ പോക്കറ്റിലായി പോയതാ. എന്റെ ദൈവമേ, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. എന്താണ് അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. എന്താണ് കോശ? നിങ്ങൾ നമ്മൾ ഒന്നല്ലേ, പിന്നെ എന്തിനാ ഈ ഒളിച്ചു നോക്കണേ? എന്തിനാ ഈ സങ്കടം? എനിക്ക് അതിന്റെ പകുതി എനിക്ക് കിട്ടണം. അല്ലാ, അസല് ബിത്താണ് മോനെ. അല്ല അന്റെ പോരല്ലേ ഇമ്മാതിരി ഒരു ബിത്ത് ഞമ്മക്ക് കിട്ടാണ്. വേറെ ഇല്ലല്ലേ? ഇല്ല. ഒരു ഉമ്മക്കാരൻ. കരളേ എന്റെ കരളിൽ കേറി. അല്ല ജോലിയൊന്നും ചെയ്യാൻ ഇവിടെ കുത്തിയിരിക്ക? ആര് പറഞ്ഞു ജോലി ചെയ്തില്ലാന്ന്? ജോലി ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. വെക്കാതെ ഒരു ബീഡിങ്ങ. അതെ, അവനെവിടെ? ഇവിടെ അരേടി രമേശല്ലേ? അവര് ദേഹം ഇളകാതെ ജോലി ചെയ്തപ്പോ ദേഹം മുഴുവൻ വേദന. ആ ഇളകാറ് ചെയ്തിട്ടാ വേദന. ആ എനിക്കും വേദന ഇല്ലാതില്ല. പക്ഷെ സ്വത്തുക്കൾ കിട്ടുന്നതുവരെ ഞാൻ ജോലി ചെയ്യും. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും കേട്ടാ. നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും സ്വത്തിന്റെ തരി പോലും കിട്ടാൻ പോകുന്നില്ല. ഇത്ര മണ്ടനായി പോയല്ലോ നീ. ആ 3 ചെകുത്തന്മാരും കൂടെ ചേർന്ന് ഈ കോഴിശ്ശേരി തറവാട് കുളം തോണ്ടും. തീർച്ചയാ. നീ ഒന്ന് പോടാ, അതൊക്കെ നിന്റെ തോന്നല. എന്നോട് അവർക്കെല്ലാം എന്ത് സ്നേഹമാണെന്നോ, പ്രത്യേകിച്ച് ഇക്കാക്ക്. ഞാനിപ്പോ പൊയ്ക്കേ കാണും. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ എടുത്തേക്ക് തരും. നീ ആ ഗതാഗതത്തിനെ വിട്ടിട്ട് ആ ധനകാര്യത്തിനെ പിടിക്കാൻ നോക്ക്, വല്ലതും നടക്കും. നീ വെറുതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്ത് നിരുത്സാഹപ്പെടുത്തരുത്. എനിക്കിവിടെ പണിയുണ്ട്, നീ പോവാൻ നോക്ക്. അയ്യാ, അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം. പോടെ പോടെ. ഞാൻ പോവാ. ഇവന്മാര് ഇക്കണക്കിന് അമ്മാവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയൽവക്കത്തെ കൂലിപ്പണി വരെ ചെയ്തേക്കും. ചെയ്യും ചെയ്യും. ആ നാരായണുള്ള കാര്യസ്ഥനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ അയാൾ ഇവിടെ പോയി കിടക്കുന്നു. ആ എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. അതെ അതാ അതാ പോണം, അതാ പോണം, അതെ പോണു, അതാ പോണ. അല്ലോ ഉടന്ന മണ്ണിലാകെ മെയ്യുറഞ്ഞു നൂറുമേനി കൊയ്തു വന്നു പൂങ്കാറ്റ്. പൊന്മേറ്റിലെ ഉടന്ന മണ്ണിലാകെ മെയ്യുറഞ്ഞു നൂറുമേനി കൊയ്തു വന്നു പൂങ്കാറ്റ്. പുലരിക്കുയിലിൻ കളിവീണകളിൽ കളമഞ്ചരികൾ വീട്ടി വന്നു ഹേമന്തം. കതിരോലകൾ തൻ മണിമഞ്ചലുമായി പൂവാടികളിൽ പാടി വന്നു വിൺമോഹം. പൊന്മേറ്റിലെ ഉടന്ന മണ്ണിലാകെ മെയ്യുറഞ്ഞു നൂറുമേനി കൊയ്തു വന്നു പൂങ്കാറ്റ്.
മാറിക്കുടമാടാൻ വാ പെണ്ണാളെ മഞ്ഞിൻ തിരിനുള്ളാൻ വാ അത്തപ്പൂ ചൂടാൻ വാ പൂങ്കാവിൽ പുത്തരി നിറയാടാൻ വാ മാറിക്കുടമാടാൻ വാ പെണ്ണാളെ മഞ്ഞിൻ തിരിനുള്ളാൻ വാ അത്തപ്പൂ ചൂടാൻ വാ പൂങ്കാവിൽ പുത്തരി നിറയാടാൻ വാ മഴവിൽ കുടകൾ നിവരുമ്പോൾ ഇലയിൽ തെളിനീർ ഉതിരുമ്പോൾ പൂമേടയിൽ ഇലവേൽക്കാൻ വാ ഉന്മേറ്റിലെ കുടന്ന മണ്ണിലാകെ മെയ്യുറഞ്ഞു നൂറുമേനി കൊയ്തു വന്ന പൂങ്കാറ്റ് പൊന്നും കൈനേറ്റങ്ങൾ കൊള്ളാൻ വാ ഉദയക്കണി കാണാൻ വാ നീലത്തിര തുള്ളുമ്പോൾ കാട്ടാറിൻ പൂക്കിലഞ്ഞൊറി അണിയാൻ വാ പൊന്നും കൈനേറ്റങ്ങൾ കൊള്ളാൻ വാ ഉദയക്കണി കാണാൻ വാ നീലത്തിര തുള്ളുമ്പോൾ കാട്ടാറിൻ പൂക്കിലഞ്ഞൊറി അണിയാൻ വാ കനവിൻ കടലിൽ നുരയാടാ കുന്നിൻ മടിയിൽ വെയിൽ കായാ മാംഗല്യം തെളിവിന്നുമ്പോ പൊന്മേട്ടിലെ കുടന്ന മണ്ണിലാകെ മെയ്യുറഞ്ഞു നൂറുമേനി കൊയ്തു വന്നു പൂങ്കാറ്റ് പുലരിക്കുയിലിൻ കളിവീണകളിൽ കളമഞ്ചരികൾ മീട്ടി വന്നു ഹേമന്തം ചതിരോലകൾ തന്നെ മണിമഞ്ചലുമായി പൂവാടികളിൽ പാടി വന്നു വിൺമോഹം അത് ശരി, ദുഷ്ടൻ മൂക്കറ്റം കുടിച്ചിട്ട് കിടക്കയാ. ഡേ എഴുന്നേക്കടാ. ഡേ എഴുന്നേൽക്കാൻ. വലിയ ശല്യമായല്ലോ. അതെ, ശല്യം തന്നെയാ. എന്തൊരു കഷ്ടം. ഓ, അപ്പൊ ഞാൻ നിനക്കൊരു ശല്യമായല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഓമനെ കണ്ടപ്പോ അവൻ പറയാ ആ രണ്ട് ചെറുത്താന്മാരെ പറ്റി അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നമ്മളത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. സമയം വരട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. മണ്ടന്മാരല്ലായിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇവനോട് ഞാൻ എന്താ പറയാ? പണ്ടാരങ്ങാളൊരു കുടി. നോക്കിയേ, വല്ല ചെകുത്താന്മാരുടെയും വർത്തമാനവും കേട്ടോണ്ട് 24 മണിക്കൂറും പറമ്പും കിടച്ചോണ്ട് ഇറങ്ങാനുണ്ടല്ലോ, സ്വത്താമ്പെല്ലാരും കൊണ്ടുപോകും. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത്? നിന്റെ ഈ ഒടുക്കത്തെ കുടി ഒന്ന് നിർത്താമോ? പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്താ. ഇത് മറ്റുള്ളവരുടെ കയ്യിൽ പോകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ആ തന്നെ. ഓ, നീ ധൈര്യമായിട്ട് എന്ന് ചോദിക്കും, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? നീ ചെല്ലടേ. ചോദിക്കാം. അതെ, ഇല്ല, നീ ചോദിക്ക, നീ ചോദിക്ക. അല്ല, അതെ, കുറെ ദിവസമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? ഇല്ല, ഇവനാണ് ചോദിക്കണമെന്ന് പറഞ്ഞത്. അതെ, ഞാൻ വേറൊന്നുമല്ല. പിന്നെ ഈ ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും തരണമെന്ന് ആരാ പറഞ്ഞേ? അത് എന്തോന്നത്? ഉത്തരം പറയാനില്ലായിരിക്കും അല്ലേ? ഞാൻ എന്ത് പറയാനാ? ഈ പാവം വേലക്കാരിയെ എന്തിനു നിങ്ങളിങ്ങനെ അലട്ടുന്നു? അലട്ടലോ? ഏ, കോഴിശ്ശേരി തറവാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ അനന്തര അവകാശികളാ ഞങ്ങള്. ആരാ ഇത് ചെയ്യിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ മതിയാവും. അതെ, ആ, അത് കുറുപ്പദ്ദേഹം പറഞ്ഞിട്ടാ. ലൈലേ, കള്ളം പറയല്ലേ. അമ്മാവൻ അങ്ങനെ പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ടടാ, വിട്ടേര്, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. നീ വാ. ഗുഡ് മോർണിംഗ് ഇക്ക. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വണ്ടി? സ്റ്റൈൽ ആയിട്ടുണ്ടല്ലേ?
എന്റെ മോനെ രാകേഷ്, നീ വെറുതെ സോപ്പിടല്ലേ. പറയാനുള്ള എന്താ വെച്ചാ നേരെ ചുവ പറയും, ഇങ്ങനെ വളച്ചൊടിച്ചണ്ട കേട്ടാ. എന്നാ നേരെ ജോവിന് പറയാം. സ്വത്തുക്കൾ കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ രമേശനും കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജോലി എടുപ്പിച്ചില്ലേ? എന്നിട്ട് ശരിക്കുള്ള ആഹാരം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? നിങ്ങൾക്കെല്ലാം ഇക്കാണ്ട സ്വത്തൊക്കെ പിന്നെ ആർക്കാണ്? സ്വത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം ആഹാരത്തിന്റെ കാര്യം ആവട്ടെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഈ ആകാരത്തിന് എന്താ ഒരു കുഴപ്പം? ഇപ്പം ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാ പതിവായി തരുന്നത്. ഈ കാര്യം ഞങ്ങൾ ലൈലയോട് പറഞ്ഞതുമാണ്. ലൈലയോട് എന്താ പറഞ്ഞേ? അത് പറയട്ടെ, അവിടെ പറയട്ടെ. അല്ല, ഈ കഞ്ഞിയും ചമ്പന്തിന്റെയും കാര്യം പറയാണ്. അത്രേ ഉള്ളൂ രാകേഷ്. അതേ കോശിച്ചായ. ഈ പണി എടുപ്പിച്ചതും ആഹാരത്തിന് വേണ്ടി ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതും ഒക്കെ ഞാനാ. ഇതറിഞ്ഞപ്പോ കുറുപ്പ് അദ്ദേഹത്തിന് എന്ത് സന്തോഷായിരുന്നോ. നേരാണോ കോശിച്ചായ? പിന്നെ സ്വത്തുക്കള് മുഴുവനും രാകേഷിനും രമേശനും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് കുറുപ്പത്തിയ ഞമ്മളെ വിളിച്ച് പറഞ്ഞു. സത്യം? കള്ളത്തരോ? ഇങ്ങോട്ട് നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? മോനെ, ഞമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങളെ ഏറ്റു. ആ, താണ്ട് വന്നേ. എന്തിനാ തല്ലേ? കൊല്ലും ഞാൻ ആ പന്നീനെ. ലൈലയ്ക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പറഞ്ഞ അമ്മാവെ എന്നെ വഴക്കു പറയോ? ഇല്ല, ധൈര്യമായി പറഞ്ഞു. ആ, കോശിച്ചായനെയും കുഞ്ഞുമുഹമ്മദിനെയും പറ്റിയാ. അവനെ പറ്റിയോ? എന്താ? അത് രമേഷിനും രാകേഷിനും കഞ്ഞിയും ചമ്മന്തി അല്ലാതെ വേറൊന്നും കൊടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു. നീ പറഞ്ഞത് ശുദ്ധം നുണയാ. കോശിയും കുഞ്ഞുമുഹമ്മദും എന്നോട് പറഞ്ഞത് പിള്ളേർക്ക് കഞ്ഞിയും ചമ്മന്തിയുമാണ് ഇഷ്ടം എന്നാണല്ലോ. അല്ലമ്മാവ, അവന്മാര് മനഃപൂർവ്വം ആ പിള്ളേരെ കഞ്ഞിയും ചമ്മന്തിയും തീറ്റിക്കുക. നീ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങത് വിശ്വസിക്കണം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, അടുക്കളയിൽ ചെന്ന് എനിക്കും കൂടെ കഞ്ഞിയും ചമ്മന്തിയും എടുത്തോണ്ടു. ഞാൻ ഇപ്പൊ പറയുമ്പോ അമ്മാവന് തമാശ, ഒടുവിൽ അറിയും. ദേവോ മൃദേവോ മൃഡകാ സ്വാമി ബൽദേവാ സ്വാമി ഗുരുവായൂരപ്പ സ്വാമി 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 ഓം സ്വാമി സ്വർണം സ്വർണേശ്വരായ നമഃ സ്വാമി പ്രതികടീം സ്വാമി ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. സ്വാമി ഭഗവാനെ പ്രതികടീം സ്തുരീം പ്രീം സ്തുതരീം സുവർണക്ഷേത്രീം പ്രതികടീം സംസ്നാഹിം സ്വാമി ഭഗവാനെ പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും നാളെയൊരാളാകും. കേട്ടോ, ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. ഹലോ, മാളഭട്ട് ഹിയർ. ആർക്കാണേ സംസാരിക്കാൻ കൊടുക്കാനത്? സറി മാണിക്കം സാർക്കാണാ? എവിടെയാണ് നിങ്ങൾക്ക്? ഓ, ആ കാര്യം നമ്മൾ ഏറ്റു. സറി ആദ്യം നിങ്ങൾ വെക്കേ, എന്നിട്ട് നമ്മൾ വെക്കാം. ആദ്യം നിങ്ങൾക്ക് വെക്കാൻ കൊടുക്കേ, എന്നിട്ട് നമ്മൾക്ക് വെക്കാൻ കൊടുക്കാമെന്ന്. സരി ഓക്കെ. അപ്പാ, എന്താണ്? മോള് കോളേജിൽ പോയിട്ട് വരട്ടെ. മോള് കോളേജിൽ പോയിട്ട് വേഗം വരണം. കോളേജ് വിട്ടാത്തോടായോ? ഈ അപ്പയ്ക്ക് എപ്പോ നോക്കിയാലും തമാശയാ. തമാശയല്ലടോ, കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ടിവിയിൽ കാണാൻ കൊടുക്കാറില്ലേ, ചില കള്ളന്മാർ വന്ന് മതിൽ പൊക്കി നോക്കി പെമ്പിള്ളേരെ പിടിച്ചോണ്ട് പോണത്. അങ്ങനെ പോകുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോണം. പോയിട്ട് പറഞ്ഞം, വരാതിരിക്കരുത്. ഓക്കെ അപ്പാ, കോളേജിൽ പോയ സമയം പോയിട്ട് വരട്ടെ. പണ്ടാറമാണ് കളിക്കാനത്. ഇത് വാങ്ങിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ യുവമാർക്ക് ഒരു മാസം സുഖമായിട്ട് വെള്ളം അടിക്കായിരുന്നു. കണിശമായിട്ട് ഇവന്മാർ ഇത് അമ്മാവനെ പറ്റിച്ചുണ്ടാക്കിയതാ. അല്ലാതെ അവന്മാരുടെ അടുത്ത് എവിടുന്നാ ഇതിനൊക്കെ ഉള്ള പണം? പ്രിയപ്പെട്ട രാകേഷിനും രമേഷിനും എന്റെ 60ാം പിറന്നാളിന് നിങ്ങളെല്ലാവരും കാലേ കൂട്ടി എത്തിച്ചായിരുന്നു എന്ന് നിങ്ങളുടെ ജാനകി വല്യമ്മച്ചി.
നമ്മുടെ ജാനകി വല്യമ്മയുടെ 60-ാം പിറന്നാൾ ആഘോഷം ക്ഷണക്കത്താ. എല്ലാവരും ചെല്ലണമെന്ന്. നമുക്കും പോണ്ടേ? പിന്നെ നവാ അമ്മാവനോട് ഇന്ന് വിവരം പറയാം. ആ എന്താ കുട്ടികളെ? വല്യമ്മാവനെ എഴുത്തുണ്ട്. ഏതാ? ഇത് ജാനകിയമ്മയുടെ കത്താ. എന്താ വിശേഷിച്ച്? വല്യമ്മയുടെ 60-ാം പിറന്നാളിന് നമ്മളെല്ലാവരും ചെല്ലണമെന്ന്. എനിക്കിനി യാത്ര ചെയ്യാനും മറ്റും വയ്യ. നിങ്ങൾക്ക് പോണമെന്നില്ലേ? പോണമെന്നുണ്ടമ്മാവ. പക്ഷേ പണം വേണമായിരിക്കും. എത്ര പണം വേണമെങ്കിലും കോഴിക്കോട് വാങ്ങിച്ചോളൂ. ഓ കോശായ, എന്താ? ജാനകി വല്യമ്മയുടെ വീട്ടിൽ പോകാൻ കുറച്ച് കാശ് കിട്ടിയാൽ കൊള്ളാം. എത്രയാ വേണ്ടത്? ഒരു 1000 രൂപ വേണം. വല്യമ്മയുടെ വീട്ടിൽ പോയാലല്ലേ രൂപ ചെലവാവുള്ളൂ. അപ്പോ ഞാൻ പോകണ്ടെന്നാണ് കോശായൻ പറയുന്നത്? ആരാ ഇവിടത്തെ ധനകാര്യം നോക്കണേ? എന്താ രാകേഷേ മുഖത്തൊരു ബല്ലായ്മ? വല്യമ്മയുടെ വീട്ടിൽ പോയി 1000 രൂപ വേണം. അത്രേ ഉള്ളൂ? 2000 ഉറുപ്പ്യ മേടിച്ചോ? ഒരു 10% കമ്മീഷൻ പോയിട്ട് ബാക്കി 1800 രൂപ വാങ്ങിച്ചോളൂ. എന്താ, സമ്മതല്ലേ? ഓ അല്ല, കുഴപ്പമില്ല. കിട്ടുന്ന അങ്ങോട്ട് മേടിച്ചോളി. ഒക്കെ ഞമ്മള് പറഞ്ഞുതരാം. ഇപ്പൊ ഈ 200 ഉറുപ്പ്യ കമ്മീഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, സ്വന്തം ബാപ്പനെ പോലെ സ്നേഹിക്കുന്ന ഇയാൾക്കും വേണ്ടിട്ടല്ല. പിന്നെ ഇവിടെ വേറെ എടുത്തിട്ടുണ്ടല്ലേ നാരായണൻ, ആ നാറയ്ക്ക് വേണ്ടിട്ടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? വേണ്ട, കുട്ടി എപ്പോഴാ പോണേച്ചോട് വന്നോളൂ, ഞാൻ കാശ് തരാം. ശരി, ഞാൻ പോകുന്നു. ഞമ്മളോട് പോകാനേ? അവോ, പിന്നെ ആ 200 100 ഇങ്ങോട്ട് എടുക്ക്. ചത്താ മതി ഇവിടെ. പൈസ ചോദിച്ചപ്പോ കൊഞ്ചിനാ. പൈസ ഉണ്ടാ? ആ പന്നി പോയാ? പോയി പോയി. ആ പൈസ തരാടാ. സമാധാനത്തിൻ ചിഹ്നം പുറ, എംബ്ലം ഓഫ് പീസ്. അത് പീസ് പീസാ പിக்கிறதா മാണിക്യം. Cheers. പുറത്ത് കുറ്റിയെടുത്താ പന്നി. ഹലോ, മാണിക്യ സാറല്ലേ? ഞാൻ കോശിച്ചായന. എന്നാച്ചേ? ഇവിടുന്ന് രാകേഷും രമേശും അവിടേക്ക് വന്നിട്ടുണ്ട്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ അവനെ ഫോളോ പണി അപ്പപ്പ ഇൻഫർമേഷൻ തർറ. ഓക്കെ, പറഞ്ഞതുപോലെ ചെയ്യാം. ശരി ശരി ശരി, ഓക്കെ. തുറക്കടാ. വരൂ മക്കളെ, വരൂ. ഓമനി വാ. യാത്രയൊക്കെ സുഖമായിരുന്നു മക്കളെ.
പൊഴിയാറായി താരുണ്യം കുളിരാറായി നീ ഉണരാത്തതെന്തേ ഓമലേ നീഹാരം പൊഴിയാറായി താരുണ്യം കുളിരാറായി തെളിവെണ്ണിലാവിൻ പാലാഴിയോരം പാടീല എന്തേ കിനാവേ തെളിവെണ്ണിലാവിൻ പാലാഴിയോരം പാടീല എന്തേ കിനാവേ നീഹാരം പൊഴിയാറായി താരുണ്യം കുളിരാറായി മധുരാനുരാഗം ചിരിതൂകിയല്ലോ ആടീല എന്തേ വസന്തം മധുരാനുരാഗം ചിരിതൂകിയല്ലോ ആടീല എന്തേ വസന്തം നീഹാരം പൊഴിയാറായി താരുണ്യം കുളിരാറായി നീ ഉണരാത്തതെന്തേ ഓമലേ നീഹാരം പൊഴിയാറായി താരുണ്യം കുളിരാറായി ചേട്ടാ ചായ. താങ്ക്സ്. എന്താ ഗൗരി? ചേട്ടാ എങ്ങനെയെങ്കിലും അപ്പായെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്തോന്ന്? ഓ ഒന്നും അറിയാത്തതുപോലെ. നിന്റെ ഈ ഫോട്ടോകളെല്ലാം വെച്ചുള്ള ഭ്രാന്തുണ്ടല്ലോ, അതുകൂടെ നിർത്തണം. ചേട്ടാ മോഹൻലാൽ എന്ന് വെച്ചാ എനിക്ക് ജീവനാ. കൊക്കിൽ ഒതുങ്ങുന്നതേ പെണ്ണെ കൊത്താവൂ.
ഇങ്ങനെ പോയാൽ താമസിയാതെ നിനക്ക് വട്ടുപിടിക്കും. നോക്കിക്കോ. എന്ത് പിടിച്ചാലും വേണ്ടൂല ചേട്ടാ, എനിക്ക് മോഹൻലാലിനെ കിട്ടണം. ഇപ്പൊ കിട്ടും, കാത്തിരുന്നു. പോ. സെലക്ട് ചെയ്തോ? ഇത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാല്ലേ? ഈ പീസ് ഏതാ? ഈജിപ്ഷ്യൻ കോട്ടൺ. ഇത് കൊള്ളാല്ലേ? ഹലോ, ഇത് മതിയോ? ഹലോ, പാടി. രക്ഷയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഇവൻ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. എടാ കട്ടവനെ, നിന്നെ ഞാൻ തന്നെ കൈകാര്യം. നമ്മുടെ ഓമനല്ലേ ഇത്? അതെ. എടാ കുർത്ത കെട്ടവനെ, നീ എന്തായി കാണിച്ചത്? നമ്മുടെ കടയാ, നീ അറിഞ്ഞില്ല? അല്ല പിന്നെ നമ്മുടെ കടയിൽ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടെന്ന് പരാതി വന്ന അമ്മാമേ. അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞ ഒരു ബക്കറ്റിലിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കളയാം എന്ന് വിചാരിച്ചപ്പോഴല്ലേ ഇവ എന്നെ കയറി പിടിച്ചത്. ഞാൻ മോഷ്ടിച്ചല്ല. അല്ല, നീ കണ്ടതല്ലേ? അല്ല, എനിക്ക് മോഷ്ടിക്കാനും അറിയില്ല. പിന്നെ എടാ, നീ കാരണം എന്റെ മക്കളൂടെ നശിക്കല്ലോ. ഇനി എന്റെ മക്കളുടെ കൂടെ നിന്നെ കണ്ടുപോകരുത്. ഇന്ന് തന്നെ നാട് വിട്ടേക്കണം. ഉടനെ ആ സാധനങ്ങളൊക്കെ ഇവിടെ വെക്ക്. വെക്കണവിടെ ടെസ്റ്റ്. എടാ കുപ്പിടിച്ചേക്ക്. എല്ലായിടത്തും വെക്കൂടെ. എടാ നീ എടാ കട്ടതല്ലേ നീ? ഞാൻ മോട്ടിച്ചൊന്നുമല്ല. കള്ള. ആഹാ. യെസ്. മാഡം, ടൈം പ്ലീസ്. 8:10. തന്നോട് ആരാ ചോദിച്ചത്? ഒട്ട വാച്ചും കൊണ്ട് നടക്കുന്നു. 8:10. താനൊന്ന് പോടോ. മാഡം, സമയം തേ. 8:10. താങ്ക് യു. താനെന്തിനാ എന്റെ പിറകെ നടക്കുന്നത്? വായി നോക്കി. അവനങ്ങ് പോയോ? ആഹാ, ആരാണ് ആ ചമ്മാടി? ആരായി? അവനങ്ങ് വിട്ടാ പറ്റോ? നോക്കൂ ഗൗരി, അവനൊന്ന് കാണിച്ചെന്നാ മതി. ബാക്കി കാര്യം ഞാനേ. അവൻ ആരെന്ന് ഞാനെങ്ങനെ അറിയും? വലിയ തടിയനാ, കണ്ണട വെച്ചിട്ടുണ്ട്, വെളുത്ത നിറം. ഇതാണ് അടയാളം. നമ്മുടെ നാട്ടിലെ ഈ അടയാളമുള്ള ഒരു 1000 പേര് കാണും. പിന്നെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കുന്നോ? കണ്ടുപിടിക്കുമ്പോ കണ്ടോ? എന്തായാലും അയാൾ എന്നെ ഫോളോ ചെയ്ത് ശല്യപ്പെടുത്തിയത് തെറ്റ് തന്നെ. അതിവിടെ വന്ന് പറഞ്ഞാ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഗൗരി, നീ എന്റെ മകളാണ്. നിനക്കുണ്ടാവുന്ന വിഷമങ്ങള് എന്റെയും കൂടിയാണ്. അതെ, അത് എന്റെയും വിഷമായി മാറും. പിന്നെ ഞാനിതിൽ ഇടപെടേണ്ടി വരും. എന്റെ സ്വഭാവം അനുസരിച്ച് ഇവന്റെ കയ്യോ കാലോ ഓടിച്ചെന്നിരിക്കും. എടാ വേലായുധാ, നീയൊന്ന് ചുമ്മാ ഇരിടാ, വീമ്പിളക്കാതെ. കുറ്റാന്വേഷണമൊക്കെ ഇനി പിന്നെ ആവാം. അച്ഛൻ വരേണ്ട സമയമായി. ഞാൻ ഇറങ്ങിയിട്ട് വരട്ടെ വല്യമ്മേ. ശരി.
മിസ്റ്റർ, നിങ്ങൾക്ക് കണ്ണു കണ്ടൂടെ? കാണാം, അതുകൊണ്ടാണല്ലോ പിന്നാലെ കൂടിയത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. കുട്ടി ഒരു കൊച്ചു സുന്ദരിയല്ലേ, ഒന്ന് പിന്നാലെ കൂടിയാൽ അഡ്രസ് ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതിയ. ഒന്ന് മര്യാദയ്ക്ക് വഴി നടക്കാൻ പോലും സമ്മതിക്കില്ല അല്ലേ മിസ്റ്റർ? അത് ഞാൻ പിന്നെ പോലീസിനെ വിളിച്ചാലേ ഇത് ശരിയാവൂ. അയ്യോ, അത് വേണോ? വേണം. പോലീസ്, പോലീസ്, പോലീസ്. പ്രശ്നമാവോ ദൈവമേ? പട്ടിന്റെ വീടല്ലേ അത്? അയ്യോ, സംഗതി പറ്റിച്ചു. കിളി നമ്മുടെ കൂട്ടി തന്നെ. പക്ഷേ കിളി കയറി കൊത്താതെ നോക്കണം. കൊത്താതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റളിയാ. വല്യമ്മായുമായി അവൾ അടുപ്പത്തിലായത് നമ്മുടെ ഭാഗ്യം. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ രമേശൻ അവളെ കണ്ടാലുണ്ടല്ലോ, നിന്റെ കാര്യം പോക്ക. അവൻ അതിന് ബോധമുണ്ടായിട്ട് വേണ്ടേ? സദാസമയവും വെള്ളടിയല്ലേ? വാ, വെള്ളവടിയൊക്കെ ശരി തന്നെ. പക്ഷേ രമേശൻ അവളെ കാണാനിട വന്നാലുണ്ടല്ലോ, നിനക്ക് കൂടെ കൂടെ ഈ വട്ടളവുന്ന കാര്യം അവൻ കിളി പോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നിന്റെ ഗതി അതോ ഗതി. ആഹാ, അതിനു മുമ്പ് അവന്റെ വെള്ളോടിയെ പറ്റി ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. നീ നോക്കിക്കോ. ദൈവമേ, നീ തന്നെ ഇവനെ രക്ഷിക്കണേ. അല്ലയാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഈ മോന്തം വെച്ചല്ലേ? അതെ. എടാ കഴിവേറി, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. നീ വാ. ഭാഗ്യം എനിക്കില്ല അല്ലേ? ഇല്ല, വാടേ. ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞാൻ കോഴിശ്ശേരിയിൽ നിന്ന് വരികയാണ് സാർ. അവിടുത്തെ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ക്ലബിന്റെ 12ാമത്തെ വാർഷികമാണ് സാർ. സാറ് ഉദാരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്ത് അല്ല, ഗംഭീര പരിപാടികളാണ് സാർ. വെടിക്കെട്ട്, കമ്പം, ദീപാലങ്കാരം, പിന്നെ ആന എഴുന്നള്ളിപ്പ് പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടാണോ താൻ ഒറ്റയ്ക്ക് റെസീറ്റ് എഴുതി തിരിച്ചേ? അത് പിന്നെ ഞങ്ങളുടെ ക്ലബിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഓരോരുത്തര് ഓരോരോ സ്ഥലത്ത് പോയി പിരിച്ചാൽ വ്യാപകമായി പിരിക്കാമല്ലോ എന്ന് കരുതിയാ. അത് ഞാൻ ഒരു സ്ഥലത്ത്, അവര് പല സ്ഥലത്ത്. ശരി ശരി. കലാപരിപാടികൾ എന്തൊക്കെയാണ്? പലതും ഉണ്ടെങ്കിലും അരണക്കാട് സുദേവന്റെ കഥാപ്രസംഗമാണ് സാർ മെയിൻ. ഓഹോ, അത് ശരി. ഇപ്പൊ മനസ്സിലായി. താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പോലീസിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അത് ശരി. എന്തിനാ സാർ? സത്യം പറ, നീ ആരാണ്? ഞാൻ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ. പോകരുത്. എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല സാർ. ഞാനാണ് നീ പറഞ്ഞ കാതികൻ അരണക്കാട് സുദേവൻ. മനസ്സിലായോ? ഞാനറിയാതെ എന്റെ ഒരു കഥാപ്രസംഗം. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. വേണ്ട വേണ്ട, നിന്നെ കണ്ടപ്പോഴേ നിന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. സാർ, അത് ബൈ ബർത്ത് എനിക്കുള്ളതാ. ആക്ച്വലി ഞാൻ പാവമാണ് സാർ. കള്ള റെസീറ്റ് ഒരു പിരിവിൽ ഇറങ്ങിയിരിക്കുന്നു. ഉടനെ ഞാൻ പോലീസിനെ വിളിക്കും. സാർ, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം സാർ. എടാ, ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ശരി, ഇപ്പോ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഞാൻ ഈ കാതികൻ അരണക്കാട് സുദേവനൊന്നല്ല. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ, ഫസ്റ്റിലേ നീ വരേണ്ടി കഴിഞ്ഞു. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടതായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് നീ ഒരു 25 ഉറുപ്പിക അടിച്ചു പോയില്ലായിരുന്നു, ഇല്ലേ? പിന്നെ ഈ വേലായുധൻ തമ്പി അത്ര മാന്യനൊന്നല്ല. നിനക്കറിയോ, ഞാൻ ഇത്രയും കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല. എല്ലാം കള്ളക്കണക്കല്ലേ. ഒരു നേക്കും ഒരു ഐഡിയ ഒക്കെ വേണം, മനസ്സിലായോ? അപ്പൊയ്ക്കോ പോയിക്കോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഇവിടെ കൂടാൻ വന്ന അവിടെ കേറി കേൾക്ക. ചേച്ചി തമ്പി, ഐ ആം ഫ്രം ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് കള്ളക്കണക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ബീൻ സബ്മിറ്റിംഗ് ഫോൾസ് ആൻഡ് ബോഗസ് അക്കൗണ്ട്സ്. നീ പറഞ്ഞതെല്ലാം ഞാൻ ഈ ഷർട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചെറിയ ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ഹിയർ ദാറ്റ്? പിന്നെ ഞാൻ നിങ്ങളുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ ഗെറ്റ് റെഡി ഫോർ ദ റെയ്ഡ്. തമ്പി, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. ഇതിനൊക്കെ ഒരു ടെക്നിക്കും നാക്കും വേണം. സാർ, വരണ്ടു പോയി അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഒന്നും അല്ല. അഭ്യസ്തവിദ്യനായ ഒരു തൊഴിൽ രഹിതനാണ് ഞാൻ. എന്റെ പേര് KR അഴകപ്പൻ BSc. ആ, താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരി അടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നോ? കള്ളപ്പിരിവിന് ഇറങ്ങിയത് തന്നെ, പക്ഷെ ദാരിദ്ര്യം കൊണ്ടാ. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. എന്താ പറഞ്ഞത്? സാറേ, NOC തട്ടിപ്പിനിരയായ ഒരു ഹതഭാഗ്യനാ ഞാൻ. കടം വാങ്ങിയ 10,000 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ബന്ധപ്പാടിലാണ് ഞാൻ. അതിനുവേണ്ടിയാണ് ഈ വേഷം കെട്ടും നോട്ടീസും ഒക്കെ. അത്രേ ഉള്ളൂ. നിനക്ക് 10,000 രൂപ ഞാൻ തരാം. അതെ, ഇത്രയും സമർത്ഥനായ എന്നെ വിട്ടിച്ച ഒരു കൊച്ചു മിടുക്കൻ തന്നെ. പക്ഷെ എപ്പോഴല്ല,
അടുത്ത ആഴ്ച നമുക്ക് ഇതിലൊരു ലേഖനം ഞാൻ പകുതിയാക്കി വെച്ചിരിക്കണം. വായിച്ചിട്ട് തരാം കേട്ടാ. അങ്ങനെ വായിക്കണ്ട. ഏയ് അധികം താടാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ആ ബുക്ക് വേണം. അത് ചോദിച്ചാ പോരെ? എടുക്കാ. നീ ഒരു കാര്യം ചെയ്യും, അതെടുത്ത് വായിക്കും. അതിലേ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ. അയ്യോ എന്താ ഇതെന്താ? അയ്യോ ഇത് ആരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? നിങ്ങൾ കുട്ടികളെ പോലെ ശബ്ദം ഉണ്ടാക്കി കളിക്കണേ. അയ്യോ അതല്ല, ഇത് ആരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? അയ്യോ ഇത് അടുത്ത വീട്ടിലെ കുട്ടിയുടെ കളിക്കുന്ന ഇത് സാധനം അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. അയ്യോ പിന്നെ അടിക്കും. അയ്യോ പറ്റിയ അയ്യോ അതൊന്നുമല്ല. അതെ 6 മാസം മുമ്പ് ഇവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം ഇതുപോലുള്ള ഹോണടി കേട്ടാ ഇവന് വട്ടളകും. അയ്യോ എന്നിട്ട് എന്താണ് നീ ഇത്ര കാലം പറയാതിരുന്നേ? അത് പറഞ്ഞ ഇവൻ എന്റെ കഴുത്തിൽ കയറി പിടിക്കും. അയ്യോ എന്റെ മോനെ എന്നാൽ ഉടനെ കാണിക്കണം. വേഗം കൊണ്ട് കാണിക്കണം. അയ്യോ മോനെ ഇതിപ്പോ ഞങ്ങളായിട്ടല്ലേ, വേറെ വല്ലവരാണെങ്കിലോ? അതെ 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 ഇവനെ നമുക്ക് ഉടനെ ആരെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഇയാളെ നീ പറ്റിക്കോ ഈശ്വര. ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ. എവിടെ സാർ ആ 10,000 രൂപ? അത്രക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ ഞാനത് മറന്നുപോയി സാർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നു. ബൈ ബർത്ത് എനിക്കതുള്ളതാ. കുഴപ്പമില്ല, വേറൊന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിലോ? എന്തേ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെയോ? പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5ാമത്തെ പോസ്റ്റ് അത് വരെ ഓടിയാ മതി. 5ാമത്തെ പോസ്റ്റ്. പക്ഷെ അവിടെ എത്രയും മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സാർ. നോക്കുക സാർ ഒരു മാർക്ക്. ഒരു മിനിറ്റ് സാർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? 1 2 3. പൊന്നു ചേട്ടന്മാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടിയാണ്. ഒന്ന് പിടിക്കും. കൈയിരിക്കട്ടെ. 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപ അടിച്ചു. അവനൊന്ന് പിടിച്ചോണേ. പിടിക്കേട്ടാ, എന്റെ 10,000 രൂപ പോയേ. പോയിക്കോട്ടെ. അതൊക്കെ ഇരിക്കട്ടെ. ഗൗരി എനിക്ക് ഇഷ്ടമായി. എനിക്ക് തങ്കച്ചി വല്യമേ. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോ ഗൗരി വരുന്നത് എനിക്കൊരു ആശ്വാസമായിരിക്കും. ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ ഭേദം തങ്കച്ചി വല്യമ വന്ന് കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതാ വന്നേ. ഗൗരിയെ പോലെ ഒരു നല്ല അയൽവാക്കം കിട്ടിയത് എന്റെ ഭാഗ്യം. എനിക്ക് ആകെയുള്ള ഒരു മകൻ വിനോദ്. അവൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാ. ഒരു പ്രത്യേക ടൈപ്പാ. പിന്നെ അനിയും വേലായുധൻ തമ്പി ചുറ്റിക്കറങ്ങി നടക്കുന്നു. നാട്ടിൽ നിന്ന് 2 അന്തരവന്മാര് വന്നിട്ടുണ്ട്, രാകേഷും രമേശും. ശങ്കു ഒന്നിങ്ങി വന്നേ. ഇവനാണ് ഞങ്ങളുടെ ശങ്കു. ഇവൻ ഞങ്ങളുടെ ബാല്യക്കാരൻ മാത്രമല്ല, സെക്യൂരിറ്റി ഗാർഡ് കൂടിയാണ്. കരാട്ടയിൽ 5th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ്. സൂക്ഷിക്കണം. പുള്ളി കൊള്ളാമല്ലോ. ശങ്കു നീ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ? അമ്മായി അളിയാ, ഇതാ ഞാൻ പറഞ്ഞില്ലേ. തങ്കച്ചേലമ്മേ, ആരാ ഇത്? ഇത് എന്റെ അന്തരവ് രാകേഷ്. ഹലോ. ഇത് ബാല്യകാല സഖി ഓമന. ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി. അമ്മായി ആ പോയത് ആരാണ്? അത് നമ്മുടെ അയൽപക്കത്തെ മാളഭട്ടിന്റെ മകളില്ലേ, പേര് ഗൗരി. നമ്മുടെ മാളഭട്ടിന്റെ? നമ്മുടെ മാളഭട്ട. മാളഭട്ടിന്റെ പേര് കൊള്ളാം, ഗൗരി. ശരിയാ, നല്ല പേരാ, ഗൗളി. ചുമരിട ചളമാക്കല്ലേ. നിങ്ങൾ അകത്തേക്കല്ലേ, എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അയ്യോ വേണ്ടാമായിരുന്നു. അമ്മായി അവന് വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മായി ആഹാരം എടുക്കും. എന്നാ ഞാൻ കൂടെ വരാം. അല്ല രമേശ് എവിടെ? അവനിപ്പോ അത് രമേശ് ഒന്ന് കറങ്ങാൻ പോയതാ. ആ റേഡിയല്ലേ, അവൻ കറങ്ങാൻ പോയൊന്നും അല്ല മായി, അവനാള് മുങ്ങിയതാ. ഇനി എവിടെ പൊങ്ങുമോ എന്തോ ദൈവത്തിനറിയാം. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ആഹാരം എടുത്തു വെക്കാം. ഓ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മായിയുടെ മുമ്പിൽ വെറുതെ ഷൈൻ ചെയ്തതെന്ന്. മൂച്ചടിച്ചാ ഇന്നലെ അടി കൊണ്ട് വരെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. രാകേഷേ. ഇപ്പൊ വരാം.
എഴുതിക്കോളൂ. ആസ് പെർ ഇൻഡീസെന്റ് എക്സിബിഷൻ ആക്ട് ബ്രാക്കറ്റിൽ വിമൻ പ്രൊഹിബിഷൻ 1986 വി ഹാവ് ടു യു മേ ഗോ നൗ. സർ എന്റെ കേസ് ഒന്ന് ഒതുക്കി തരണം സർ. നെവർ, ഒരിക്കലും സാധ്യമല്ല. കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. പ്ലീസ് സർ, എന്നെ ഒന്ന് സഹായിക്കണം സർ. ഒരു പോലീസ് ഓഫീസറായി നിങ്ങൾ കൈക്കൂലി വാങ്ങുമ്പോൾ ഓർക്കേണ്ടതായിരുന്നു. സർ അത് നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാറിന് പദവി അധികാരം ഉണ്ടെന്ന് വെച്ച് അഹങ്കരിക്കണ്ട. സാറിന്റെ അധികാരമാണോ മാണിക്യ സാറിന്റെ ശക്തിയും സ്വാധീനവുമാണോ വലുതെന്ന് നമുക്ക് കാണാം. യു ബ്ലഡി ടേക്ക് ദിസ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ഹലോ, മാണിക്യ സാറല്ലേ? ഞാനാണ്. വിനോദ് ഒതുങ്ങുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ അയാളെ ഒതുക്കിയേ പറ്റൂ. ഓക്കെ സാർ. ഗൗരി, അച്ഛനെവിടെ? അപ്പ കടയിലാണ്. ഉച്ചയ്ക്ക് വരും. എന്ത് ജാനകി വല്യമ്മേ? 2 ദിവസമായിട്ട് മോളെ കാണുന്നില്ലല്ലോ. പരീക്ഷയായിരുന്നു, അതാ. ആ അപ്പ ഇതാർക്കാണിത്? എന്താണോ ജാനകിയമ്മേ പതിവില്ലാതെ നിങ്ങൾക്ക് വരാൻ കൊടുത്തത്? അടുത്ത ഞായറാഴ്ച എന്റെ 60ാമത്തെ പിറന്നാളാണ്. അതുകൊണ്ട് അച്ഛനും മോളും ചേട്ടനും പ്രത്യേകിച്ച് വരണം. എന്താ പൊണ്ണേ, ജാനകിയമ്മയുടെ കല്യാണത്തിന് വരാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ കല്യാണത്തിന് വരാൻ കൊടുക്കാനാണ്? അയ്യോ, കല്യാണല്ല, പിറന്നാള്. രണ്ടും ഒന്ന് തന്നെയാണോ? കല്യാണം തന്നെയാണ് പിറന്നാള്. മോള് പോണോട്ടോ? മോള് പ്രത്യേകിച്ച് വരണം കേട്ടോ. ശരി വല്യമ്മേ. പപ്പടവും പ്രഥമനും എല്ലാം എല്ലാം ഉണ്ടാവും. തിന്നാൻ കൊടുക്കാനായിട്ട്. പാവം. ആണുങ്ങളെ കുറച്ച് മിടുക്കൊക്കെ വേണം. നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അമ്മാവൻ പറയുന്നത്? എടാ, ഈ കോശിച്ചായനും കുഞ്ഞു മുഹമ്മദും പെശകാണെന്ന് പണ്ട് മുതലേ എനിക്കറിയാം. നിങ്ങളല്ലാതെ അവർ ഒരുപോലെ കേൾക്കോ? സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേർക്ക് എഴുതി തരുന്നതിന് അവര് സഹായിക്കാമെന്നും പറഞ്ഞ് എന്തൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് അറിയാവോ അമ്മാവന്? അതിനുവേണ്ടി എന്തെല്ലാമാണ് പറഞ്ഞത്? അമ്മാവനെ കാണരുത്, സംസാരിക്കരുത്. കൂട്ടത്തിൽ വല്യമാരുടെ സ്വഭാവം മാറി. സ്വയം അധ്വാനിക്കണമെന്ന് കേൾക്കുമ്പോൾ സന്തോഷിച്ച് സ്വത്തുക്കൾ ഞങ്ങൾക്ക് എഴുതി തരും എന്നൊക്കെ പറഞ്ഞ് തെങ്ങും തോപ്പിൽ ഞങ്ങളെ കൊണ്ട് രാപകൽ പണിയെടുപ്പിച്ചു. അതിൽ നിന്നെക്കാളും എടുക്കാൻ ഞാൻ തന്നെയാ. ഞാൻ ഒരു പണിയെടുത്തിട്ടില്ല. പിന്നെ ആര്? ഞാനാ പണിയെടുത്തത്? നീയല്ലേ? നീ അതൊന്നും പറയാൻ നിൽക്കണ്ട. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി വരാൻ പോകുന്നതിനെ പറ്റി സംസാരിക്കാം. ഇപ്പം പറയുന്നതാ ശരി. എന്നെ ഇവനെ അവന്മാര് എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എങ്ങനെ? അതൊക്കെ പഴയ കഥയാ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട വേല ഇതാ. അതിന് വരെ കിട്ടിയിട്ട് വേണ്ടേ? രാവിലെ എണീറ്റ് പോകും കറങ്ങാൻ. അല്ലെങ്കിൽ ഈയിടായിട്ട് ഇവന് കറക്കം കുറച്ച് കൂടുതലാ. വേണ്ട വേണ്ട, എന്നോടും കൂടിയാ. തിരിച്ചു വരുന്നതോ പാതിരാത്രിക്ക്. ആര് പറഞ്ഞു? ആരും ഒന്നും പറയണ്ട, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് മനസ്സിലാക്ക്. എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആർക്കും ദേഷ്യമൊന്നുമില്ലല്ലോ. അയ്യോ, വല്യമ്മായിയോട് ഞങ്ങൾക്ക് ദേഷ്യോ? എങ്കിൽ പിന്നെ വല്യമ്മയുടെ 60ാം പിറന്നാളാണ്. ഞങ്ങളെല്ലാം നേരത്തെ വരുമോ? സമയം കുറയായി, കിടന്നുറങ്ങണം. നാളെ കുറച്ച് പണിയുണ്ട്. നാളല്ലേ പിറന്നാള്. Many happy returns of the day. വരണം വരണം മാണിക്യ സാർ, എന്നെ അനുഗ്രഹിക്കൂ. God bless you. ഇരിക്കൂ സാർ. Get back, get back. ലേഡീസ് ആൻഡ് ജെന്റ്സ്, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ തങ്കച്ചി വല്യമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെ ഏവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മ ഒരു പാട്ടിടാൻ കൊടുക്കണേ ആൾ. പാട്ട് പാടുന്നതായിരിക്കും. ഒരു പാട്ടിടൂ. ஞானப்பழத்தை பிழிந்து
വർണ്ണപതംഗം പോലെ ഒത്തിരി നീന്തിയ രാവണി വിണ്ണിൽ താരതരംഗം പോലെ മാമല നീലെ മയിലാടും തനിമകൾ പോലെ പല കോടി സ്വപ്നങ്ങൾ പദമാടും കാലം വന്നേ മുന്തിരിവള്ളിയിൽ ഊഞ്ഞാലാടും വർണ്ണപതംഗം പോലെ ഒത്തിരി നീന്തിയ രാവണി വിണ്ണിൽ താരതരംഗം പോലെ മാമല നീലെ മയിലാടും തനിമകൾ പോലെ പല കോടി സ്വപ്നങ്ങൾ പദമാടും കാലം വന്നേ മഞ്ചാടി തെളിമഴയിൽ നിറമേഴും വിടരുമ്പോൾ പുതുമണ്ണിൻ കതിരണികൾ മരതകമായി വിളയുമ്പോൾ മഞ്ചാടി തെളിമഴയിൽ നിറമേഴും വിടരുമ്പോൾ പുതുമണ്ണിൻ കതിരണികൾ മരതകമായി വിളയുമ്പോൾ തിരകോതി മാറുന്ന കളിവഞ്ചിയിൽ മറുതീരമണയുന്ന മോഹങ്ങളിൽ ചെമ്പുലരി പുതുമകളായി മൂവന്തി പഴമകളായി കുടമുള്ള പന്തലിലെ കുടമാറും ഭംഗികളായി പഞ്ചാരി മുറുകുന്നിതാ തിറയാട്ടമാടുന്ന പൂങ്കാവിലും നലമേകും പാലലയിൽ അലയിളകും പുഞ്ചിരിയിൽ മാലകളും കാവുകളിൽ മുത്തണിയും മാധവമായി നലമേകും പാലലയിൽ അലയിളകും പുഞ്ചിരിയിൽ മാലകളും കാവുകളിൽ മുത്തണിയും മാധവമായി തേനൂറും ആനന്ദരാഗങ്ങളായി ഉന്മാദമേകുന്ന മേളങ്ങളായി സ്വർഗത്തെ കൺമണിയായി സ്വപ്നത്തിൽ വന്നെത്തും പൂന്തിങ്കൾ പെൺമണിതൻ മാനത്തെ പൂങ്കുടിലിൽ പാടി പാടുന്നിതാ പൊൻവീണമീട്ടുന്നു പൂത്തുമ്പികൾ മുന്തിരി വള്ളിയിൽ ഊഞ്ഞാലാടും വർണ്ണപതംഗം പോലെ ഒത്തിരി നീന്തിയ രാവണി വിണ്ണിൽ താരതരംഗം പോലെ മാമല നീലെ മയിലാടും തനിമകൾ പോലെ പല കോടി സ്വപ്നങ്ങൾ പദമാടും കാലം വന്നേ നമസ്കാരം വലിയമ്മ. അല്ല വിനോദോ, എന്തുണ്ട് വിശേഷം? ഞാൻ അമ്മാവനെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാ. ഇവിടേക്കുള്ള വഴി നീ മറന്നിട്ടുണ്ടാവുമെന്ന് കരുതി. പേരുകേട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനല്ലേ? ഇപ്പോഴെങ്കിലും ഈ വലിയമ്മാവനെ വന്ന് കാണാൻ തോന്നിയല്ലോ. ഞാൻ ഇപ്പൊ വന്നത് വലിയമ്മാവനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി. എന്താ അത്? അമ്മാവന്റെ ആ രണ്ട് കാര്യസ്ഥന്മാരുണ്ടല്ലോ, കോശയും കുഞ്ഞു പോകുമ്പോ, അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. വലിയമ്മാവൻ വിചാരിക്കും പോലെ അല്ല അവരെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല. അമ്മാവനൊരു ഹിന്റ് തരാമെന്ന് കരുതി, അത്രമാത്രം. എനിക്കിനി കൂടുതലായി ഒന്നും പറയാനില്ല. ഞാൻ പോകുന്നു. ഇത് പറയാനായിരുന്നെങ്കിൽ നിനക്കൊരു കത്തയച്ചാ പോരെ? കത്തയച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ല. ഇതിനു മുമ്പ് 1-2 കത്തുകൾ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവരോട് അസൂയ. ബോസ് നമ്മൾക്ക് വരാൻ പറഞ്ഞു. നമ്മളെ കാണാൻ വിളിച്ചതാണോ അതോ വല്ലതും പറയാൻ വിളിച്ചതാണോ പണ്ടാരം? ഇത് കൂടെ ആർക്കില്ലേടാ? അയ്യോ, അങ്ങനെ പറയരുതേ. ബോസ് പറഞ്ഞിട്ടുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. പറഞ്ഞു. നീ വന്നില്ല? വന്നു. ഉക്കാർ சொன்னா ഇല്ല. நான் சொன்னத காரியத்தை ஏட்ட பண்ண.
എനിക്ക് ആരെയും വഞ്ചിക്കുന്നതോ ദ്രോഹിക്കുന്നതോ ഇഷ്ടമില്ല. മറിച്ച് എല്ലാവരെയും സഹായിക്കണം, പ്രത്യേകിച്ച് സമൂഹത്തിലെ പാവപ്പെട്ടവരെ. വേണം. തിരുമൽ ദേവ എല്ലാവരെയും സഹായിക്കാൻ കൊടുക്കണം. യാര്? പട്ടാർക്കാരിൽ നമ്മളെ തള്ളി നാശമാക്കി പണ്ടാറം. നിന്നെ 3 ദിവസത്തിനകത്ത് പാമ്പ് കടിക്കും, നോക്കിക്കോ. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് പിടിക്കും, നോക്കിക്കോ. സാറ് പുതിയതായിട്ട് ഈ സ്റ്റേഷനിലോട്ട് സ്ഥലം മാറി വന്നതല്ലേ? അതുകൊണ്ട് ഈ വേലായുധൻ തമ്പിയുടെ അതിക്രമങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. സാർ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ വീടിന്റെ വേലി അയാൾ പൊളിച്ചു, എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, എന്റെ അച്ഛൻ അയാൾ തല്ലി ചതച്ചു. ചേച്ചി ഇങ്ങനെ കരഞ്ഞാലോ? ഞാൻ തമ്പിയെ കണ്ട് സംസാരിച്ചു നോക്കണം. അച്ഛയ്ക്ക് സാറ് മർദ്ദനമുറ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും സാറിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാ എനിക്ക് സാറിൽ കൂടുതൽ വിശ്വാസം. സാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നമുക്കത് ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം. വേണ്ട, സോറി, മറ്റുള്ളവരുടെ ചെലവില് സാർ ഒരു ചായ പോലും വാങ്ങി കഴിക്കില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, സാറ് എന്റെ ചായയുടെയും കൂടെ കാശ് കൊടുത്തോണം. താങ്ക് യു സാർ. എന്താ സാറ് കുടിച്ചാട്ടെ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്നാ ഹലോ, ആരാണ്? ഹലോ, നമ്മൾ തമ്മില് നേരിട്ട് പരിചയമില്ല. എന്റെ പേര് അഡ്വക്കേറ്റ് ചന്തു മേനോൻ. ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് വിളിച്ചത്. എന്താ കാര്യം? ആ അഴകപ്പനെ നിങ്ങൾ പോക്കറ്റ് അടിക്ക് പിടിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും അവന്റെ ഒരു പെർമനന്റ് ശത്രുവാണ്. അവനിപ്പോ എവിടെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ തമ്പിയെ ഇപ്പൊ വിളിച്ചത്. അഴകപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ പോലീസ് വേഷത്തിൽ ഒരു നാടക നടനെയും കൂട്ടിയാണ് വരവ്. എന്ത് നാടക നടൻ പോലീസ് വേഷത്തിൽ വന്ന് എന്നെ വരട്ടെ? ഈ വേലായുധൻ തമ്പിയെ? അതെ, കള്ള പോലീസുമായിട്ട് വന്ന് നിങ്ങളെ വരട്ടാനാണ് അഴകപ്പന്റെ പരിപാടി. ശരി, വരട്ടെ. ബാക്കി ഞാൻ ഏറ്റു. നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള എനിക്കറിയാം. യു ആർ വെരി കേപ്പബിൾ, ഐ നോ. സാർ, തമ്പി ഒരു വല്ലാത്ത പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് സാർ അയാളോട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ അയാൾ സാറിനെ ഉപദ്രവിച്ചെന്നിരിക്കും. എന്നെ ഉപദ്രവിക്കണം? അസലായി. എന്താ തമ്പി, ഇവൻ പറയുന്നത് ശരിയാണോ? എന്താ ശരിയാണെങ്കിൽ നീ തിന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും കുറെ നാടകക്കാരൊക്കെ കണ്ടിട്ടുള്ളതാ. എന്റെ സ്വഭാവം മാറും. അയാളെന്നെ അടിക്കരുത്, എന്നെ വേണമെങ്കിൽ അടിച്ചോ. താൻ എന്നെ അല്ല, എന്റെ ഈ കുപ്പായത്തിനാണ് അവമാനിച്ചത്. ശ്രമിക്കണം സാർ. ഒറിജിനൽ പോലീസ് മനസ്സിലായില്ലേ? ഒരു ചന്തുമേനോൻ വിളിച്ചിരുന്നോ? ഇതേപോലെ പല ചന്തുമേനോനും വിളിക്കും. വരണം സാർ. എന്താ വേല ഇതവിടെ? ഒന്നുമില്ല ചേച്ചി, ഞാനിവിടെ പട്ടിക്കുട്ടിയെ കളിക്കേനി. അയ്യോ എന്നെ കണ്ട ഒരു മോഹൻലാൽ സ്റ്റൈൽ ഉണ്ടല്ലേ? മോഹൻലാൽ ഉണങ്ങിയ പോലെ ഉണ്ട്. ചെത്തിന്റെ ഒരു വേഷം കണ്ടില്ലേ? സൂയപ്പെടേണ്ടാധിപതിയല്ലേ അവൻ. ചെത്തെന്ന് പറഞ്ഞാൽ മോശമാണെന്ന് വിചാരിച്ചു. ചെത്തി തന്നെ നടക്കുമെന്ന് കഴിഞ്ഞാൽ അന്തിക്കളെടുക്കാൻ സമയമായി. അവൻ അവിടെ പുറത്തൊഴിൽ പറഞ്ഞില്ല. ഞങ്ങളുടെ മാനങ്ങളായിരുന്നു. തെങ്ങ് കണ്ടപ്പം പിന്നെ വേറൊന്നും വിചാരിക്കാതെ ഞാനും കേറിപ്പോയി എന്ന് വിചാരിച്ച് ആക്കാതെ കേട്ടാ. ഇവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തെങ്ങ് അവന്റെ കണ്ണി പെട്ട അവൻ കേറിയിരിക്കും.
അവന്റെ വേഷവും പരിസരവും ഒന്നും അവന് പ്രശ്നമല്ല. അതെ, ഈ തെങ്ങുമായി എന്റെ ജീവിതത്തോട് അത്രമാത്രം അഭേദ്യമായ ഒരു ബന്ധമായിപ്പോയി. അതുകൊണ്ടല്ലേ തന്നെയല്ല അന്തികൾ എടുക്കേണ്ട സമയമായി. ഇന്നിപ്പോ ലീവാന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. കള്ളനാശ ഇക്കണക്കിന് തെങ്ങൊന്നുമില്ലാത്ത വഴി കൂടി വേണം ഇവനെ കൊണ്ടുപോകാൻ. അതെ, ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ പറയുന്നത് നമുക്ക് കാര്യം ചെയ്യാം. പോവാനോ? എന്നെ കൊണ്ട് ഒരു ചുവട് നടക്കാൻ വയ്യ, തന്നെ കൊണ്ടാ മതി. അവനെ നടക്കാൻ വയ്യ, നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് നടക്കാൻ വയ്യ. ഇളമാൻ കിടാവ് പോ ഭൂമി വഴങ്ങുവാൻ തൊട്ടാൽ തുടിക്കുവാൻ ഉള്ളം മതിക്കുവാൻ ഒത്തിരി മേനി ഒതുക്കിയൊരുങ്ങാൻ അമ്പിളി പോലെ മെലിഞ്ഞോളാൻ ഒന്ന് പോന്നാട്ടെ. ഇളമാൻ കിടാവ് പോ ഭൂമി വഴങ്ങുവാൻ തൊട്ടാൽ തുടിക്കുവാൻ ഉള്ളം മതിക്കുവാൻ ഒത്തിരി മേനി ഒതുക്കിയൊരുങ്ങാൻ അമ്പിളി പോലെ മെലിഞ്ഞോളാൻ ഒന്ന് പോന്നാട്ടെ. പേടിത്തൊണ്ടന് കുത്തി നടക്കാൻ ആടിക്കൊമ്പുണ്ട്, കാളക്കുട്ടന് പേരി നടക്കാൻ മുക്കണി നുകമുണ്ട്. പേടിത്തൊണ്ടന് കുത്തി നടക്കാൻ ആടിക്കൊമ്പുണ്ട്, കാളക്കുട്ടന് പേരി നടക്കാൻ മുക്കണി നുകമുണ്ട്. തൊട്ടാവാടിക്കൂടുണ്ടേ, കേട്ടാലാടി പാട്ടുണ്ടേ, കണ്ടാലോടി ഒളിക്കാൻ അക്കരെ മാമനുറങ്ങണ വീടുണ്ടേ. അതിലൊരരികു മുറിയിൽ നിധികളകിലമുണ്ടേ. ഇളമാൻ കിടാവ് പോ ഭൂമി വഴങ്ങുവാൻ തൊട്ടാൽ തുടിക്കുവാൻ ഉള്ളം മതിക്കുവാൻ ഒത്തിരി മേനി ഒതുക്കിയൊരുങ്ങാൻ അമ്പിളി പോലെ മെലിഞ്ഞോളാൻ ഒന്ന് പോന്നാട്ടെ. കാലം മാറും നേരത്തെത്തിരി മാറി നടന്നേവോ, നേരം മങ്ങും നേരത്തിനി ഇടവഴി തേടിക്കോ. കാലം മാറും നേരത്തെത്തിരി മാറി നടന്നേവോ, നേരം മങ്ങും നേരത്തിനി ഇടവഴി തേടിക്കോ. വാക്കിലരങ്ങ് കൊഴിപ്പിച്ചോ, എല്ലിനുറപ്പ് മുറുക്കിക്കോ. കൂട്ടം മാറി നടക്കുമ്പോൾ ആ പന്തലിൽ അന്തി ഉറങ്ങിക്കോ. അവിടെ അരികെ മുറിയിൽ നിറയെ മധുരമുണ്ടേ. ഇളമാൻ കിടാവ് പോ ഭൂമി വഴങ്ങുവാൻ തൊട്ടാൽ തുടിക്കുവാൻ ഉള്ളം മതിക്കുവാൻ ഒത്തിരി മേനി ഒതുക്കിയൊരുങ്ങാൻ അമ്പിളി പോലെ മെലിഞ്ഞോളാൻ ഒന്ന് പോന്നാട്ടെ. നല്ല ആളാണ്. ഞാൻ തന്നെ എവിടൊക്കെ തിരക്കി. എന്തിന്? തല്ലിക്കാനോ? കണ്ട അതും പറഞ്ഞ് മനുഷ്യനെ വിഷമിപ്പിക്കാതെ. ഞാനതെല്ലാം മറന്നു. ഇനിയെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ? ഞാനെന്നും റെഡിയാ. ഞാന് എന്റെ ഇവിടുത്തെ ബിസിനസ് ഒക്കെ നിർത്തി ഇന്നത്തെ ഫ്ലൈറ്റ് അമേരിക്കക്ക് പോവാണ്. ഇനി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തമ്മിൽ കണ്ടെന്ന് വരില്ല. നിനക്ക് വേണ്ട 10,000 റുപ്യ ഞാൻ തരാം. നീ എന്റെ കൂടെ എയർപോർട്ടിലേക്ക് പോര്. അവിടുന്ന് തരാം. അല്ലേ വേണ്ട, തീരെ സമയമില്ല.
നീ ബാബുജി നഗറിന്റെ മുമ്പിൽ എന്താ മതി. ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കയ്യിൽ പൈസ കൊടുത്തേക്കാം. നിനക്ക് അയാൾ തരും. പിന്നെ ഞാൻ ഇതിങ്ങനെ നടക്കണ്ടല്ലോ. അത് മതി. പിന്നെ ഒരു കാര്യം, എന്താ സാർ? പ്രൈവറ്റ് സെക്രട്ടറി എന്നെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? സാറില്ല, അതിനൊരു കോഡ് ഭാഷയുണ്ട്. അതെന്താ സാർ? അതായത് അവൻ വന്ന് ചെമ്മീൻ എന്ന് പറഞ്ഞാ നീ ഉടനെ ഐസ്ക്രീം എന്ന് പറയണം. അവൻ വന്ന് ഉറച്ച വരണം വേണോ എന്ന് ചോദിച്ചാൽ കയ്പുള്ള നെല്ലിക്ക മതി എന്ന് നീ പറയണം. അപ്പൊ അങ്ങോട്ട് ഒരു തിരിച്ചറിയാലോ, മനസ്സിലാവും. അത്രയാണ് കോഡ്. പിന്നെ അത്രേ ഉള്ളൂ. ഉടനെ അവരോട് 10,000 രൂപ വാങ്ങും ചെയ്യാം. ഈ ഉപകാരം ഞാനൊരിക്കലും എന്താ അല്ലാതെ ഞാൻ നല്ലൊരു യാത്ര പോകുമ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാ ചിരിച്ചുകൊണ്ട് യാത്ര അയക്കല്ലേ വേണ്ടേ? മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസസ്. താങ്ക് യു വെരി മച്ച്. അപ്പം ബാബുജി നഗർ ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. താങ്ക് യു സാർ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. സാർ, ഈ ഫയലിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. യെസ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. സാർ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബാബുജി നഗറിന് മുമ്പിലെത്തിയാൽ വലിയൊരു കള്ളക്കടത്തുകാരനെ പിടിക്കാം. വാട്ട്? അതെ സാർ, അവൻ വലിയ കള്ളക്കടത്തുകാരനാ. സ്മഗ്ലർ അഴകപ്പൻ. നിങ്ങളാരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറ് എന്നെ നേരിട്ട് എന്ന് ഞാൻ പറഞ്ഞ കോഡൊന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അവന്റെ മറുപടി കേൾക്കുമ്പോ സാറിന് തന്നെ ബോധ്യാവും. സാർ, ചെമ്മീൻ എന്ന് പറയുമ്പോ ഐസ്ക്രീം എന്നും ഉറച്ച ഭരണം വേണമെന്ന് ചോദിക്കുമ്പോ കൈപ്പുള്ള നെല്ലിക്കാന്നും പറയും. ഇതാണ് കോഡ്. ഓഹോ, they are coming now. ആടാ, ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിലപ്പുറത്തെ വഴിക്ക് വേലായുധൻ തമ്പി എന്നെ ഒതുക്കും. ഐസ്ക്രീം ഉറപ്പുള്ള ഭരണം വേണം. കൈപ്പുള്ള നെല്ലിക്ക മതി. ഇപ്പൊ കോഡ് ശരിയായല്ലോ, ഇനി കാശും കിടക്കും വേഗം. ഓഹോ, അപ്പൊ എനിക്ക് കിട്ടിയ ഫോൺ കോൾ കറക്റ്റ് ആയിരുന്നു. ഫോൺ കോളോ? സ്മഗ്ലർ അഴകപ്പ. സ്മഗ്ലറോ? ഞാനോ? ഞാനാണ് കസ്റ്റംസ് ഓഫീസർ ഡിസൂസ. യു ആർ അണ്ടർ അറസ്റ്റ്. ഓ, അത് ശരി. ഇനി പറ, ആർക്ക് വേണ്ടിയാണ് ഈ സ്മഗ്ലിംഗ് നടത്തുന്നത്? സാർ, ചോദിച്ചു കേട്ടില്ലേ? സാർ, ഞങ്ങളുടെ ബോസ് ആരാണെന്ന്, ഞങ്ങളുടെ കൊള്ള സംഘ തലവൻ ആരാണെന്ന് ഞാൻ സാറിനോട് പറയാം. പക്ഷെ ഒരു വാക്ക് തരണം, അയാളെ ഉപദ്രവിക്കരുത്. അയാൾ വെറും പാവമാണ് സാർ. പറ. വേലായുധൻ തമ്പി. ആരാ മനസ്സിലായില്ല? അഴകപ്പനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. എന്നെ? ബോസ്, എന്നോട് ക്ഷമിക്കണം. നമ്മുടെ കൊള്ള സംഘത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ഈ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. ദൈവമേ, ബോസ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ല 1000 കിലോ സ്വർണം. അത് റെഡി ചെയ്തുകൊണ്ട് പോകാനാണ് അവർ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് അതിന് കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവരിടിക്കും. ഇല്ലേ സാർ? എടാ സാർ, ഏത് സ്വർണ്ണം എന്ത് സ്വർണ്ണം എനിക്കൊന്നും അറിയില്ല സാർ. അതിനെയും വേണ്ട. എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? സത്യം പറ. സത്യമായിട്ട് സാർ, എനിക്കൊന്നും അറിയില്ല സാർ. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്ക് പ്ലീസ്. എവിടെ സ്വർണ്ണം? സാറിനെ ഒന്ന് രക്ഷിക്കണം. അതിന് കയ്യോ പറയിക്കാൻ എനിക്കറിയാം. ജോൺസൺ, അടക്ക്. അയ്യോ, കേരള വണ്ടി. ഞാൻ കയറിക്കോളാം. അയ്യോ അയ്യോ അയ്യോ, എനിക്കോ ദൈവമേ, സാറ് പറമ്പത്തിരിക്കലാണ്. അയ്യോ ചമ്മേ, ചമ്മേ, അയ്യോ 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 ചമ്മേ, അയ്യോ അയ്യോ അയ്യോ. സാർ, ഇവൻ കള്ളക്കടത്താരനൊന്നല്ല സാർ, പാവാണ്. ഞാനാണ് സാറെ കള്ള ഫോൺ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം സാറേ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതാണ് കഥ. ശരിയാണ് സാർ. ഓക്കെ, നിങ്ങൾ സ്മഗ്ലർ അല്ലായിരിക്കാം, പക്ഷെ കസ്റ്റംസിന് തെറ്റായ ഇൻഫർമേഷൻ തന്നതിന്റെ പേരിൽ നിങ്ങളെ ചാർജ് ചെയ്യും. വേണ്ട സാർ, ഒരു തവണത്തേക്ക് ക്ഷമിക്കണം. മേലാൽ ഇയാൾ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം സാർ. ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എങ്ങനെയുണ്ട് വേലായുധൻ തമ്പി? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം. ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരറിയും. കറക്റ്റ് ആണ്. എടി മറ്റേ കക്ഷി
ഹലോ, സുന്ദരിയാണോ? ഐ ലവ് യു. നീ കിടപ്പിരിപ്പ് മനസ്സിലാക്കാതെ അവർക്ക് വേണ്ട ഉപദേശം എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കടേ. അതിനാണ് ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ തല പോകാൻ ആലോചിച്ചോണ്ടിരിക്കണേ. ചേച്ചി വെറുതെ വേണ്ടാത്ത ഇടപെട്ട് പ്രഷർ കയറ്റണ്ട. എങ്ങനെയാണ് എനിക്ക് പ്രഷർ വരാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ? ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താ അത്? എന്താണ് ആ വഴിയെന്ന് ചോദിച്ചാ അത് അമ്മാവൻ തന്നെ ആലോചിച്ച് പറയട്ടെ. എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് തല പോകാൻ ആലോചിക്കാതെ ഇക്കാര്യം കോശിച്ചാരോടും കുഞ്ഞു മുഹമ്മദിനോടും കൂടി ആലോചിക്കുന്നതല്ലേ ബുദ്ധി. ബുദ്ധി നീ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവസാനം ഇരുട്ടടി കിട്ടുമ്പോ വിവരം മനസ്സിലാവും. ഇരുട്ടടി കിട്ടിയാലും വിരോധമില്ല. വിവരം അറിയാലോ. വിവരം അറിയാനൊന്നുമില്ല. ഇരുട്ടടിക്ക് ഇരുട്ടടി തന്നെ പോവഴി. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ മാണിക്യത്തിനെയും മാളഭട്ടിനെയും ആ രണ്ട് ചെകുത്തന്മാരായ കാര്യസ്ഥന്മാരെയും നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ചേട്ടനെ നോക്കേണ്ട കടമ നമ്മുടേതാണ്. ഞങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാലും ശരി, അമ്മാവൻ ഒരപകടവും വരാതെ നോക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലേടാ? ഹേയ്, അതെ. കോഴിശ്ശേരി തറവാട്ടിൽ അവനൊന്ന് കേറി നോക്കട്ടെ. അപ്പൊ കാണാൻ എന്റെ കൈയിന്റെ ബലം. എടാ വീമ്പിളക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ ചെയ്യ്. ഈ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് മനസ്സിന് വിഷമം. അതെ അതെ, എനിക്കും അതാണ് വിഷമം. നമുക്ക് റെസ്റ്റോറന്റിൽ സംസാരിക്കാതെ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാം, അല്ലേ? അയ്യടാ, ഗൗരിയുടെ കാര്യം പറഞ്ഞപ്പോ അവന്റെ ഒരു ശുഷ്കാന്തി. ഇനി ഒന്നും ആലോചിക്കാനില്ല. രാകേഷിന്റെയും ഗൗരിയുടെയും കല്യാണം ഉറപ്പിക്കാനില്ല. കമ്പ്യൂസ് മറ്റാ നീ ഒന്ന് ചുമ്മാ ഇരിക്കുവല്ല. ഇതാ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ ചേച്ചി എന്നെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ശരി. അപ്പൊ എന്റെയും ഗൗരിയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് വഴക്കം വെക്കാണാവും. നീ ചുമ്മാ ഇരിടാ. എല്ലാം നമുക്ക് ഭംഗിയായിട്ട് നടത്താം. എന്താണ് ഗൗരി ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാന്? അവക്ക് നാണം കൊണ്ട് വാക്കിട്ടില്ല, അത്ര തന്നെ. നമ്മൾ അവരെ ശല്യം ചെയ്യണ്ട. അവരെവിടെ ഇരുന്നോട്ടെ, നമുക്ക് പോവാം. ശരിയാണ്, പോവാ. എവിടെങ്കിലും ഇരുന്നോട്ടെ. അതൊന്നും എനിക്കറിയണ്ട. എടാ വിനോദേ, നീ ലോകം നന്നാക്കാൻ നടക്കുക. വലിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണത്രേ. എടാ, ഇന്നീ തീയതി വരെ അമ്മയോടോ അമ്മാവനോടോ കസിൻസിനോടോ ഒരു നല്ല വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചേച്ചി വെരി ബിസി ഫെലോ. അതിന് അദ്ദേഹത്തിന് നേരം കിട്ടിയിട്ട് വേണ്ടേ? നിങ്ങളുടെ ഒന്നും പോക്കത്ര ശരിയല്ല. അമ്മയുടെ വളച്ചിട്ടൊന്നും വേണ്ട. എന്റെ അധികാരം യാതൊരു കാരണവശാലും ഞാൻ ദുർവിനിയോഗം ചെയ്യില്ല. ചെയ്യണ്ടടാ. ഈ വയസ്സുകാലത്ത് എന്റെ വീട്ടില് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോ ഒന്നെന്നെ സഹായിക്കാനോ ഒരു വാക്ക് പറയാനോ നീ കൂട്ടാക്കിയില്ല. നിനക്കിതിന്റെ പദവി അധികാരം മാത്രം മതിയല്ലോ. സ്വന്തം ബന്ധമൊക്കെ വെറും പുല്ലാണ് ചേച്ചി. ഇന്നേ തീയതി വരെ കോടതി കണ്ടിട്ടില്ലാത്ത വല്യമ്മ ഇൻകം ടാക്സ് കേസിൽ പ്രതിയായി കൂട്ടിൽ കയറി നിൽക്കുന്ന കാഴ്ച കാണാൻ വിനോദിന് എന്ത് സന്തോഷമായിരിക്കും. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അത് അമ്മയല്ല, മറ്റാരായാലും ശരി. എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും. അതിലാരെയും കൈകടത്താൻ ഞാൻ അനുവദിക്കില്ല. சொன்னேன் என்று சொல்லடி கிளிய சோலை சூழ்மலை வாழ் வேலனிடம் என் நிலையை சொல்லச் சொன்னேன் என்று சொல்லச் சொன்னேன் என்று சொல்லச் சொன்னேன் என்று 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 ஹை ஹை சபாஷ். അല്ലാ, ആരാ മഴ പെട്ടോ? നിർമ്മൽ ദേവാ, ഒന്നും പറയണ്ട.
പണ്ടാറടങ്ങി ആകെ ബസ്കേറായി. എന്താ? 6 ഉണ്ടല്ലോ, രാകേശും രമേശും. അവർ ഭയങ്കര തലവേദനയാണ്. ഇപ്പൊ ഒരുത്തൻ കൂടി കൂടിയിട്ടുണ്ടല്ലോ, അവന്റെ പേരെന്താണ് പറയാൻ കൊടുക്കേണ്ടത്? ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ. അതിനു വേണ്ടി ഞാൻ എന്ത് വേണം? പിന്നെ കുഞ്ഞു മുഹമ്മദിനെ കോശിച്ചതിന് ഫോൺ കോൾ ഉണ്ടായിരുന്നു. അവരെ തീർത്ത് കെട്ടണം. അവനെ ഞാൻ തീർത്ത് കെട്ടും, ഇല്ലെങ്കിൽ കെട്ടിയിട്ട് പിന്നെ തീർക്കും. അതെ, നിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാത്ത കാര്യമാണല്ലോ. പിന്നെ നമ്മുടെ ആ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അവന്റെ പേരെന്താണ് പറയാൻ കൊടുക്കേണ്ടത്? അവന്റെ പേര് വിനോദമാണ്. വിനോദിനി. അവന് ആദ്യം കൊടുക്കണം, പിന്നെ ആകട്ടെ 3 പേർ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ എന്തിനാ? എന്താണ്? നമ്മുടെ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ കാര്യം വളരെ ഭദ്രമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളെ പോലീസ് അറിയരുത്. നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ നമ്മൾക്കിട്ട് നോക്കി പിടിക്കും. നോക്കി പിടിച്ചാൽ എന്താ, പിടിച്ചു നോക്കിയാൽ എന്താ? നീ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട്. പോകുമ്പോൾ മുത്തുവിനെയും കൂടി കൂട്ടിപ്പോ. മുത്തു, മുത്തു, അങ്ങയോ റേ. എന്ത്? വിനോദിനെ തട്ടിയെന്നോ? നന്നായി. അതെവിടെ ആശിക്കുമ്പോ ബാക്കി 2 പേരെയും മേലെ അനുസരിച്ച്. ഈ അനുഭവം തന്നെ രാകേഷിനും രമേശിനും ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ ചെത്തോമനയുടെ കാര്യം മറക്കരുത്. കൊല്ലോട്ട. ശരി സാർ, വെക്കട്ടെ. എന്റെ പൊന്നുമക്കളെ, ആ മാണിക്കും മാളപ്പെട്ടും കൂടി എന്റെ പൊന്നുമക്കളെ കൊന്നു കളഞ്ഞല്ലോ മഹാഭാവികളെ. എന്റെ മോനെ, നീ അമ്മയെ വിട്ടു പോയല്ലോ മോനെ. എന്റെ മോനെ, ഈശ്വരാ, എനിക്ക് ആരുമില്ലല്ലോ. ഈശ്വരാ, എന്റെ മോനെ, എന്റെ മോനെ, നീ അമ്മയെ വിട്ടു പോയല്ലോ മോനെ. എന്റെ മോനെ. Dear officers from crime branch, നിങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് വിട്ടു പോകാൻ പാടുള്ളതല്ല. നിങ്ങളുടെ പാസ്പോർട്ടും ബാങ്ക് അക്കൗണ്ടും ഞങ്ങൾ കണ്ടുകെട്ടി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഞങ്ങളോട് സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ രാകേഷിന്റെ അസുഖമൊക്കെ സൈക്യാട്രിസ്റ്റിനെ കണ്ടതോടെ പമ്പ കടന്നു. മുരുക, അവൻ നന്നായിരിക്കട്ടെ. എന്നിട്ട് അവൻ എവിടെ? അവര് വല്ല ബീച്ചിലോ പാർക്കിലോ പോയി കാണും. ചെറിയ പ്രായല്ലേ, അവര് പോയിട്ട് വരട്ടെ. അവരുടെ സന്തോഷല്ലേ എന്റെ സന്തോഷം. അത് പിന്നെ പറയാണ്ടോ ചേച്ചി? ചേച്ചി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അതാണ് എന്റെയും സന്തോഷം. കഴിഞ്ഞതെല്ലാം ചേച്ചി മറക്കണം. എന്റെ പിരിമോനെ പറ്റി വിചാരിക്കാത്ത ദിവസങ്ങളില്ല. അവനിപ്പോ ജീവിച്ചിരുന്നെങ്കിൽ. ചേച്ചി എന്താണ് ഇങ്ങനെ കരീണത്? എല്ലാം മറക്കാനുള്ള കഴിവും ദുഃഖം താങ്ങാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. നിനക്കതൊക്കെ പറയാൻ എളുപ്പമാണ്. എന്റെ കുഞ്ഞിന്റെ കാര്യം ചേച്ചി നോക്കിക്കേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പണങ്ങും. ചേച്ചിക്ക് ഇപ്പോഴാവശ്യം വിശ്രമാ. പോ, നടക്കൂ.
മോനെ രമേശേ, നിന്റെ ഈ കുടി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ. വല്യമ്മ എന്തായി പറയുന്നത്? കുടി നിർത്താനോ? അതെ, എന്റെ മോൻ വിനോദ് മരിച്ചതിന് ശേഷം എനിക്ക് ഏക ആശ്വാസം നീയും രാകേഷുമാണ്. മോനെ, നീ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. ഈ വല്യമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത്. നിന്റെ അമ്മയാണ് നിന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ നീ അനുസരിക്കില്ലേ? അതെ, എന്റെ നിറയിൽ തൊട്ട് സത്യം ചെയ്യ്, നീ ഇനി കുടിക്കില്ലാന്ന്. മോനെ, നീ നന്നായി വരും. നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കാൻ കൊടുക്കടോ. ഇത്തിരി വിശേഷു സുഖനൈവേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എന്ത് വിശേഷം? ഞാൻ വന്നത് ഒന്നും പറയണ്ട. കൂടുതലായി ജാനകിയമ്മ ഒന്നും പറയാൻ കൊടുക്കണ്ട. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. നമ്മുടെ തലയിൽ സ്കഡ് മിസൈൽ വന്ന് വീഴാൻ പോണെന്ന് പറഞ്ഞാലും ശരി, തീർമൽ ദേവനാണ് സത്യം. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. അങ്ങനെയല്ല പട്ടു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? ജാനകിയമ്മയ്ക്ക് എന്താണ് നമുക്കില്ലാത്ത താല്പര്യം ഗൗരിയിൽ? എനിക്ക് ആകെ ഉണ്ടായിരുന്നവൻ എന്നെ വിട്ടിട്ട് പോയി. ഭട്ടിനും ഗൗരി മാത്രമല്ലേ ഉള്ളൂ. എന്താണോ ജാനകിയമ്മയെ പറയാൻ കൊടുക്കേണ്ടത്? ഗൗരി നമ്മുടെ മകളാണ്. അവളുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം. ഗൗരിയുടെ സന്തോഷല്ലേ ഭട്ടിന്റെ സന്തോഷം. തന്നെയല്ല, അവര് കൂടുതൽ അടുക്കുകയും ചെയ്തു. കണ്ട നല്ല ജോഡി. നമ്മൾ ജാനകിയമ്മോട് പറഞ്ഞോ അവരോട് അടുക്കാൻ കൊടുക്കാനായിട്ട്? നമ്മുടെ ലാസ്റ്റ് തീരുമാനമാണിത്. ജാനകിയമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോട്ടോ. ഭട്ടിനെ തലയ്ക്ക് വട്ട. രണ്ടും ഒന്ന് തന്നെയാണ്. ബട്ടും ഒന്ന് തന്നെയാണോ? കാലത്തു തന്നെ തല പിടിക്കാൻ വന്നിരിക്കുകയാണ് പണ്ടാരടുക്കാൻ. ഞാനേ അവിടെ കല്യാണം നടത്തി കൊടുക്കും, നോക്കിക്കോ. അത് കൊള്ളാം. ആർക്കാണ്? മുട്ടയാണോ ഇത്? പണ്ടാറ്. ചോറ് തിന്നാൻ വാ. എനിക്ക് ചോറ് വേണ്ട, വിശപ്പില്ലപ്പ. നീ കരയണതിന്റെ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കുന്നുണ്ട്. അവനെ നീ മറന്നു കളഞ്ഞേക്കൂ. അവനേക്കാൾ നല്ല സുന്ദരനായ ചെറുക്കനെ അപ്പ മോൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. തിരുമൽ ദേവനാണ് സത്യം. അപ്പനാണ് പറയണത്. മോള് വാ. എനിക്കൊന്നും വേണ്ട. അഗോ ധുവോ ഹങ്കയോ ധരായോ അഗോ ധരായോ. പിടിച്ചോ. ഇനിയുള്ള മുറുക്കടിക്കണം. ശരി, നോട്ടെ. ഹലോ തന്നേക്ക് പ്ലീസ് പ്ലീസ്. എന്നല്ല അവിടെ
ആരാ വന്ന് അയച്ചത്? താനാണോ ഞങ്ങളെ തല്ലാൻ ആളെ അയച്ചത്? തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ല. ഓഹോ, കൊടുത്തിട്ടില്ലല്ലേ? നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ലേ? ശരി. ആ സരി സരി. തിരുമൽ ദേവ, നമ്മുടെ താറയില്ലല്ലോ. ഇതെന്താണ് ഇവിടെ മതിൽ പൊക്കി നോക്കാൻ പറ്റില്ല പട്ടാറ. ഏതാണ് വഴി? അതിലേ പോകാം. അതിലേ പോയിട്ടില്ലെങ്കിൽ ഇതിലേ പോകാം. അതിലേ പോകാം. ഏതിലെങ്കിലും പോകാം പട്ടാറം. തിരുമൽ ദേവ, ഭഗവാനേ. അയ്യോ, പോലീസ് വരുന്നുണ്ട്. ദൈവമേ, പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിളിഞ്ഞ മാംഗോ ജ്യൂസ് എടുക്കും. പാമ്പ്! അയ്യോ, ഞാൻ ആറാണ്ടി ഓസ് കൊണ്ടൊന്ന് വഴിയിലിട്ട് ആളെ പേടിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ ഗൗരി? ഗൗരി മോളെ, അപ്പനാണ് വാതിൽ തുറക്കുന്നേ. പോലീസ് വരുന്നുണ്ട്. ഇവളവിടെ പോയി കിടക്കണേ. കാലത്തു തന്നെ അവൾ പതിൽ പൊക്കി നോക്കി സ്നേഹം കൊടുക്കാൻ പോയിരിക്കണം. നമ്മളാണ് അപ്പനാണ്. കല്യാണി, ഇവരൊക്കെ എവിടെ പോയിരിക്കാം. വാതിൽ തുറക്കുക. എന്റെ പൊന്ന് സാറേ, നമ്മളെ തല്ലല്ലേ. തലേ സത്ത് പോകും. നമ്മളെ ഒരു കിഡ്നി പോയിരിക്കണം. അതാണ്. പിടിക്കില്ല. അയ്യോ, നമ്മൾ നടന്നു പോയി അയ്യോ, എന്നെ അവിടെ കേട്ടില്ലേ? എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നെ പിന്നിൽ കയറ്റിയാൽ മതി. പതുക്കെ വിടണേ. മുറുക്കി പിടിക്കോ. താഴെ വീണാ മത്തങ്ങ വീണാ മതി. തട്ടി പൊട്ടി പോകും. കുഞ്ഞെ, എന്താ കല്യാണമേ? അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എന്നാ മകളെ, അപ്പോഴേ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഞങ്ങളെ രക്ഷിക്കണം. ചേട്ടനെ കണ്ടില്ല. வேன்ல கூட்டி போனாங்களா, நடத்தி கொண்டு போனாங்களா? வாலில் கொண்டு போய். நடத்தி கூட்டி போயிருந்தா நடக்கிறதே வேறையா இருக்கும். அங்கிள் இருக்கும்போது நீ எதுக்கு பயப்படணும்? அங்கிள் എന്താ മോളെ? എന്തേ? അപ്പായെ പോലീസ് പിടിച്ചു. രാകേഷിനെ അന്വേഷിച്ചപ്പോ എവിടാന്ന് ഒരു വിവരവും ഇല്ല. മോൾക്ക് അറിയാതെ മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? നീ ഇങ്ങനെ കരഞ്ഞാലോ? അതല്ല വല്ലമ്മേ, എന്റെ അപ്പ. എല്ലാം ശരിയാവും മോളെ. നിന്റെ അച്ഛന്റെ എല്ലാ വൃത്തികേടുകളും ഞങ്ങൾക്കറിയാം. എന്ന് വിചാരിച്ച് രാകേഷ് തന്നെ ഉപേക്ഷിക്കൊന്നുമില്ല. മോള് ധൈര്യമായിട്ടിരിക്കും. എല്ലാം ദൈവം നിശ്ചയം. അല്ലാതെ എന്ത് പറയാനാ? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാ. നീ ഓടിക്കോ, പുറകിലുണ്ട്. നീ ഓടിക്കണ. അയ്യോ, അയ്യോ, ഞാൻ പാവാണ്. എന്താ 3 പേര് മാത്രം യൂണിഫോമിൽ വന്നു? നിങ്ങൾ യൂണിഫോം അലക്കാൻ കൊടുത്തിരിക്കുക? മിസ്റ്റർ മാണിക്യം, തന്നെ അലക്കാനാണ് ഞങ്ങൾ വന്നത്. സെർച്ച് ദ ഹൗസ്. യു ആർ അണ്ടർ അറസ്റ്റ്. അറിയും. ഇരിക്കും. സാർ തന്നെ ഇവരുടെ ചീഫ് ഓഫീസർ? അതെ. വീട് വരെ വന്നു.
ஒரு லார்ஜ் சாப்பிட்டு போயால் எனக்கு ஒரு சந்தோஷம். പല്ലി പല്ലി പല്ലി. മിസ്റ്റർ മാണിക്യം, താങ്കൾ ഇതിനകത്ത് ഡയമണ്ട്സ് ഒളിച്ചു വെച്ചിട്ടുണ്ടോ? அது கோல்டு ஃபிஷ் சார். அது டைமண்ட் எல்லாம் சாப்பிடாது சார். ഇതിന്റെ മുകളിൽ സ്വർണ്ണ തകിടങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? இதுல மோளில் வெறும் சிமெண்ட் சார். இல்லடா, போலீஸுக்கு பார்த்து கொடுக்கணும். എന്താ തപ്പാ കടിക്ക് സാർ. ചിയേഴ്സ്. മിസ്റ്റർ മാണിക്യം, തന്നെ പോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ കയ്യിലിരിക്കട്ടെ. കൊലപാതകം, മയക്കുമരുന്ന് കച്ചവടം, സ്മഗ്ലിംഗ്, ഇതൊക്കെ ആസൂത്രിതമായിട്ട് നടത്തുന്നില്ലടാ നീ. ഒന്ന് വിട്ടുപോയി സാർ. റേപ്പ്. നാണം കെട്ടവനെ. ഞാൻ തന്നെ. പക്ഷെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. എഴുതേടാ. മുറികളൊക്കെ സീൽ ചെയ്ത് കഴിഞ്ഞു സാർ. ഫയൽസ് എല്ലാം എടുത്തോ? ഈ അയോഗ്യ റാസ്കലിനെ വില വെക്കണം സാർ. സാർ, ആൾക്കാർ കണ്ടാൽ അവമാനം. നമ്മൾ ഫ്രണ്ട്സ് പോലെ പോവാ. എന്ത് ബലം. കൈയെടുക്കണം. ഇടടാ കൈ. നിന്റെ ഒരു അപമാനം. എന്റെ പുറാവേ, പൊന്നു മോളെ, നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഈ മാണിക്കത്തെ കാൽസബിൾ കൈ പിടിക്കുവോ? സാർ, നിങ്ങൾ പിടിക്കൂ സാർ. കേരള വണ്ടിയില്ലേ? നിങ്ങൾ എങ്ങനെയാ നടന്നു വരുവോ? ആ, ജീപ്പ് കേരള. ജീപ്പിന് വന്നാൽ ചീപ്പാ இருக்கும் சார். மெதுவாப்பா, புது பொண்ணு மாதிரி கூட்டிப்போ. மாமனார் வீட்டுக்கு தானே போறான். This is Balayan Thambi. കോഴിശ്ശേരി തറവാട്ടിലെ സ്വത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാരും അത് അനുഭവിക്കാൻ പാടില്ല. ഇവനൊന്നും ചെയ്തു വരുത്. ഇയാൾ ആരാന്ന് നിങ്ങൾക്കറിയില്ല. ഈ മനുഷ്യൻ തളർന്നു കൊടുക്കുമ്പോൾ അനാഥമായ കുടുംബത്തെ രക്ഷിച്ച് ഈ നിലയിലെത്തിച്ച മാന്യ വ്യക്തിയാണ് ഇയാൾ. ചേട്ടാ, ചേട്ടനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇതുവരെ ഞാൻ ഈ മഹാഭാവികളുടെ കയ്യിൽ ഒരു കളിപ്പാവയായിരുന്നു. മക്കളെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിങ്ങളുടേതാണ്. ഏതായതാ എന്റെ മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നീയാണ് ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്.